ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ഏത് ചാപ്റ്റർ ആയിരുന്നു? 4th ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. അപ്പോ ഓർത്തോകത്തിൽ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക്കിലാണ് നമ്മൾ എത്തിയേക്കുന്നത്. മോളിക്കുലർ സ്ട്രക്ചർ, MOT അല്ലെ, മോളിക്കുലർ ഓർബിറ്റൽ തിയറി, MOT എന്ന് പറയുന്ന ആ ലാസ്റ്റ് ടോപ്പിക്ക്. അതിലെ കണ്ടന്റ് നമുക്ക് ഇവിടെ ഓർഡറിലിട്ട് നമുക്ക് ഇപ്പൊ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസും കൂടി കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയി വരും കേട്ടോ. ഓക്കെ, അപ്പോ MOT നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് എക്സാമ്പിൾ എഴുതിയതെന്ന് ഓർമ്മയുണ്ടോ? ഏത് കോമ്പൗണ്ട് എഴുതിയത്? ഏതിന്റെ എഴുതിയത്? C2 അല്ലെ, കാർബൺ C2. ഇനി നമ്മൾ ആ എഴുതിയേക്കുന്നതിന്റെ അണ്ടറിൽ നമ്മൾ ഒന്നുകൂടി പറയാം, ആ ഒരു എക്സ്പ്ലനേഷൻ തന്നെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതിലെ കണ്ടന്റ് നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് എഴുതാൻ പറ്റണം. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് വരണം കേട്ടോ. നോക്കാം, ഈ എക്സാം എല്ലാവരും എഴുതണം കേട്ടോ. എക്സാം ഷെഡ്യൂൾ ഇട്ടേക്കണ അറിയാലോ, മറക്കരുത്, എല്ലാവരും എഴുതണം കേട്ടോ. നോക്കാം, നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയ MOT-യില് പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ആ പിക്ചർ തന്നെ വീണ്ടും ഒന്ന് ഞാൻ വരക്കുകയാണ്. ഇത് P ഓർബിറ്റൽ അല്ലെ, ഓർത്തുക. ദെൻ S ഓർബിറ്റൽ, ഇതും S ഓർബിറ്റൽ. അപ്പോ കാർബണിന്റെ ആണ് നമ്മൾ എഴുതിയത്. അപ്പോ 1s2 2s2 2p2 ഇങ്ങനെ എഴുതിയത്. ഇത് ആറ്റമിക് ഓർബിറ്റൽ എഴുതിയിരിക്കുന്നത്, ആറ്റമിക് ഓർബിറ്റൽ. C2 എന്ന് പറഞ്ഞ 2 കാർബൺ ആണ്. അതുകൊണ്ട് രണ്ടാമത്തെ കാർബണിന്റെയും ഇതുപോലെ തന്നെ എഴുതുകയാണ്. ആക്ച്വലി 1 2 3 2p2 then 2s2 1s2. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫില്ല് ചെയ്യും. 2 ഇലക്ട്രോൺസ് ഓർത്ത് വെക്കുക. ഇവിടെ അതുപോലെ തന്നെ അപ്പോ ഇത് ആറ്റമിക് ഓർബിറ്റൽ. ആറ്റമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവും? മോളിക്കുലർ ഓർബിറ്റൽ അല്ലെ, ഓർത്ത് നോക്കുക. അങ്ങനെ മോളിക്കുലർ ഓർബിറ്റൽ വരക്കണ സമയത്ത് ഇവിടെ നോക്കിയേ, ഇതാണ് ഈ റെഡ് കളറിൽ വരക്കുന്നതാണ് മോളിക്കുലർ ഓർബിറ്റൽ. ഞാൻ പറഞ്ഞു എന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ പർപ്പസ് ഒക്കെ പറഞ്ഞു, ഓർമ്മയുണ്ടോ നിങ്ങള്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലെ? നമ്മളൊരു ഡാൻസിന്റെ ഒക്കെ കഥയൊക്കെ പറഞ്ഞത് അല്ലെ, സ്റ്റോറി പറഞ്ഞത് അല്ലെ, ഓർത്ത് നോക്കുക. അതിനെ പ്രോപ്പറായിട്ട് അറേഞ്ച്മെന്റ് ചെയ്താലേ എന്തുണ്ടാവുള്ളൂ? സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ എനർജിയുടെ ഓർഡറിൽ മിഡിൽ അറേഞ്ച്മെന്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അപ്പൊ ഈ റെഡ് വില്ല് വരക്കുന്നത് എന്തായിരുന്നു? MOT. ഓർത്ത് നോക്കുക. ഈ ബ്ലാക്ക് കളറിലുള്ളത് ജോയിൻ ചെയ്യുമ്പോ ഇത് മിക്സ് ചെയ്തിട്ട് എനർജിയൊക്കെ ഈക്വൽ ആയി ഫസ്റ്റിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ടോട്ടൽ എത്രയുണ്ട് അല്ലെ? 4. അപ്പൊ 1 2 3 4. എവിടെ നിന്ന് ആദ്യം ഫില്ല് ചെയ്യണ്ടേ? ഗ്രൗണ്ടിൽ നിന്ന് അല്ലെ. താഴെ ഫില്ല് ചെയ്തിട്ട് മുകളിലേക്ക് പോകാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് എന്തായിരുന്നു? ഇവിടെയും ഇതുപോലെ 2 ഇങ്ങനെ ഫില്ല് ചെയ്തു. ദെൻ P ഓർബിറ്റൽ വരുമ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 1 2 3 4 5 6 അല്ലെ. ഇവിടെയും 3, ഇവിടെയും 3. അപ്പൊ അതിനെ നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്തപ്പോൾ ഇത് ഇങ്ങനെയാണ് എഴുതിയത്. ഇത് പിന്നെ ഇങ്ങനെ ആണ്, ഓർത്ത് നോക്കാം. ഇവിടെ എഴുതിയപ്പോ ഇങ്ങനെ എഴുതി. ഇനി ഇവിടെയും നമ്മൾ ടോട്ടൽ എത്രയുണ്ട്? 1 2 3 4. അപ്പൊ ഇത് കണ്ടോ, ഇവിടെ ഓൾറെഡി ഫില്ലായി, ഗ്രൗണ്ട് ഫില്ല് ചെയ്തിട്ട് പോവുക. ഓർത്ത് നോക്കാം. ഈ റെഡിൽ വരച്ചേക്കുന്നത് ആണ് ഈ C2 എന്ന് പറഞ്ഞ കാർബണിന്റെ മോളിക്യൂൾ. ഈ ബ്ലാക്കിൽ വന്നേക്കുന്നത് ആറ്റമിക് ഓർബിറ്റൽ. റെഡിൽ വരക്കുന്നത് എന്തായിരുന്നു? മോളിക്കുലർ ഓർബിറ്റൽ. റെഡിൽ എന്താ വരച്ചേക്കുന്നത്? മോളിക്കുലർ ഓർബിറ്റൽ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് 11th തന്നെ ഏറ്റവും ടഫസ്റ്റ് ഏരിയ എന്ന് ഇവർ പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് നീറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. ഇനി നമുക്ക് ഓൾറെഡി ഇതിന്റെ പേരുകളായിരുന്നു താഴെ. ഇനി പേരെന്തായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇതിന്റെ പേരെന്തായിരുന്നു? സിഗ്മ 1s2. അടുത്തതിന്റെ പേരെന്തായിരുന്നു? നിങ്ങൾ നോക്കിയേ, സിഗ്മ സ്റ്റാർ 1s2. അടുത്തത് എന്തായിരുന്നു? സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2. അടുത്തത് എന്തായിരുന്നു? സിഗ്മ 2s2. അടുത്തത് എന്തായിരുന്നു? സിഗ്മ സ്റ്റാർ 2s2. ഇവിടെ എന്തായിരുന്നു? പൈ 2px ഈക്വൽ ടു പൈ 2py. കണ്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ 2 വന്നതുകൊണ്ട് ഇവിടെ 2 കൊടുക്കാം. കണ്ടോ, അവിടെ ഇവിടെ 2.
ഇവിടെ വരെയുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നോക്കിയേ, ഇതിന്റെ പേര് സിഗ്മ 2p(z). ഇവിടെ നോക്കിയേ, ഇതിന്റെ പേര് എന്തായിരുന്നു? പൈ 2px ഈക്വൽ ടു പൈ 2py. കണ്ടോ, മുകളിൽ എഴുതാത്തതിന്റെ കാരണം വേക്കന്റ് അല്ലെ, ഓർത്ത് നോക്കാം. അടുത്ത എന്തായിരുന്നു? സിഗ്മ സ്റ്റാർ 2pz. കണ്ടോ, ഇത് പൈ സ്റ്റാർ ആണ്. കണ്ടോ, ഓർത്ത് നോക്കാം. ഈ സ്റ്റാർ വരുന്ന ഓർബിറ്റലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആന്റി ബോണ്ടിങ്. ആന്റി ബോണ്ടിങ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ എടുത്തെഴുതി. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാല് നമുക്കിത് നീറ്റായിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ C2ന്റെ ആണ് എഴുതിയത് അല്ലെ, ഓർത്ത് നോക്കാം. അപ്പോ ബോറോൺ, കാർബൺ, പിന്നെ നൈട്രജൻ അല്ലെ, ഇങ്ങനെയൊക്കെ ഉണ്ട് ആക്ച്വലി വരുന്നത്. ഇനി ബോറോൺ ആണെങ്കിൽ എന്തായിരിക്കും? ഓക്കെ, ബോറോൺ ആണെങ്കിൽ എന്തായിരിക്കും? C2ന്റെ വേറെ എന്തെങ്കിലും കാര്യം എഴുതിയിട്ടുണ്ടായോ നമ്മള്? ഇത്ര എല്ലാം എഴുതിയുള്ളൂ. ഇനി ഇതിന്റെ കോൺഫിഗറേഷൻ എഴുതണം. കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ നിന്ന് തൊട്ട് ഇവിടെയും വരെ എഴുതണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ C2 മോളിക്യൂൾ എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ എഴുതണം കേട്ടോ. C2 ഇങ്ങനെ എഴുതേണ്ടത് സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പിന്നെന്ത് വരും? പൈ 2px2 ഈക്വൽ ടു പൈ 2py2 കേട്ടോ. വേഗം എടുത്ത് എഴുതിയേ C2. ഇത്ര എഴുതിയാൽ മതി കേട്ടോ, ഓർത്ത് നോക്കാം. ഓർത്ത് നോക്കുക, കുറെ സ്കൂളുകളിൽ ഇത് എഴുതണ്ട, അവർ പറയും ഇതിങ്ങ് പഠിച്ചിട്ട് എഴുതിയാൽ മതി. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് ഓർബിറ്റൽ ഡയഗ്രം ആയിട്ട് സ്കൂളിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, ഓർത്ത് നോക്കാം. അതേസമയത്ത് കുറെ സ്കൂളുകളിൽ പറയുന്നത് ഇത്രയും മതി, അങ്ങനെയാണ് നിങ്ങളുടെ ടീച്ചർ പറയുന്നെങ്കിൽ അത് ചെയ്യണം. കാരണം ഇത് 11th ആണ്. 11th നിങ്ങളുടെ ടീച്ചറാണ് പറയുന്നത് അനുസരിച്ച് പോകണം. 12th അങ്ങനെയല്ല അല്ലെ. 12th നമ്മൾ കംപ്ലീറ്റ്ലി ബോർഡ് ഓറിയന്റഡ് ആണ് അല്ലെ. ബോർഡിൽ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതേ ഐഡിയയിൽ തന്നെ കൊണ്ടുപോകും. ലാസ്റ്റ് ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇവിടെയും വരെ അങ്ങ് എഴുതാം, പുറത്ത് നോക്കാം. ചോദിച്ചു, അതതിന് പേര് കൊടുത്തേക്കുന്നതാണ് നമ്മൾ. ഏതാ മോനെ ചോദിച്ചു? ഈ സിഗ്മ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്. സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട്. സിഗ്മ ബോണ്ട് എങ്ങനെയായിരുന്നു? ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ്. അപ്പൊ എസ്സുകള് തമ്മിൽ എങ്ങനെയേ പറ്റുള്ളൂ? എസ് ഓർബിറ്റലുകൾ തമ്മിൽ എങ്ങനെയേ പറ്റുള്ളൂ? സിഗ്മ ബോണ്ട്. പൈ ഓർബിറ്റൽ എവിടെ ഉണ്ടാവുക? പൈ ബോണ്ട്. പൈ ബോണ്ടിന്റെ ഡെഫിനിഷൻ പറഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് പാരലൽ ഓർ പെർപെൻഡിക്കുലർ ഓവർലാപ്പിംഗ് ഓഫ് ഡാഷ് ഓർബിറ്റൽ. ഡാഷ് ഓർബിറ്റൽ പറ, ഒന്ന് വായിച്ചു നോക്കിയേ. പൈ ബോണ്ട് എന്തായിരുന്നു? പൈ ബോണ്ട് ഞാൻ പറഞ്ഞു തരില്ല. നോക്ക്, കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയത്, ലാസ്റ്റ് ക്ലാസ്സിൽ എഴുതിയതാ. ചോദിച്ചത് നന്നായി. ഏത് ഓർബിറ്റലിന് മാത്രമേ പറ്റുള്ളൂ? എസിന് പറ്റുമോ? ഇല്ല. വേറെ ഏത് ഓർബിറ്റലാ? പി. ഉണ്ടോ? പാരലൽ അല്ലെ, ഓർ പെർപെൻഡിക്കുലർ ഓവർലാപ്പിംഗ് ഓഫ് പി ഓർബിറ്റൽ ഇൻ ഇന്റർന്യൂക്ലിയർ ആക്സിസ്. ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ പൈ ബോണ്ട് എവിടെയാ വന്നേക്കുന്നേ? പൈ ബോണ്ട് പൈ ബോണ്ട് ഇവിടെ. ക്രിസ്സേ ക്ലാസ്സിലാണോ ഇരിക്കുന്നേ? ഇവിടെ ഭയങ്കര മ്യൂസിക്. ഇവിടെ ഭയങ്കര മ്യൂസിക് ആയിരുന്നു കേട്ടോ. എന്തുപറ്റി? പാട്ടായിരുന്നോ അത്? ഫോൺ അടിച്ചാണ്. ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു അല്ലേ വല്ല മ്യൂസിക് ഒക്കെ കേട്ട് ക്ലാസ് ഇരിക്കണോ കേട്ടോ. കുഴപ്പമില്ല, ഫോൺ അടിച്ചാണ് അല്ലേ. ഓക്കെ ഓക്കെ. ഞാൻ ഇതുവരെയൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. ഫോണിന്റെ റിംഗ് ടോൺ ആണ് കേട്ടോ. ഓക്കെ. അപ്പോ ഇവിടെ ശ്രദ്ധിച്ചോ കേട്ടോ. പൈ 2px2 ഈക്വൽ ടു പൈ 2py2 ആണ്, ഓർത്ത് നോക്കാം. ഇനി പൈ ബോണ്ട് അയാൾ ചോദിച്ചത് നന്നായി. പൈ ബോണ്ട് എവിടെയാ വരുന്നത് നോക്കിയേ? പി അല്ലെ, ഓർത്ത് നോക്കാം. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ട്രിപ്പിൾ ബോണ്ട് വന്നാൽ എത്ര സിഗ്മ ബോണ്ട്, എത്ര പൈ ബോണ്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്, വേണമെങ്കിൽ നോക്ക്. ട്രിപ്പിൾ ബോണ്ട് ഒരു സിഗ്മ ബോണ്ട് ആൻഡ് 2 പൈ ബോണ്ട്. ആ 2 പൈ ബോണ്ടായി കാണണേ കണ്ട. ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാവുള്ളൂ. കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പോ പി ഓർബിറ്റലില് ഒരെണ്ണം സിഗ്മയും ബാക്കി 2 എന്തായിരിക്കും? പൈ ബോണ്ട്. കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെയുള്ള ബോണ്ടുകളാണ്. ആ ബോണ്ടുകളുടെ എനർജിയാണ് എഴുതിയേക്കുന്നത്. എന്താണത്? എനർജി. ആ ബോണ്ട് ഉണ്ടാവുമല്ലോ. ബോണ്ട് ഉണ്ടായി കഴിയുമ്പോൾ എനർജി വേണമല്ലോ. ആ എനർജിയുടെ ഓർഡർ ആണ്
ഈ പറഞ്ഞേക്കുന്ന കാറ്റഗറൈസേഷൻ ചെയ്തേക്കുന്നത്. ഓർത്തു വെക്കാം. അപ്പോ ഇവിടെ നിന്ന് തൊട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യണ സമയത്ത് ഇനി നമ്മൾ നോക്കുന്നത് ഒരു ടേം ഇവിടെ വരുന്നുണ്ട്. ഈ ലാസ്റ്റ് ഓർബിറ്റിൽ നോക്കിയേ, ഇത് പെയർഡ് അല്ലേ? പെയർ ആയി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡയാമാഗ്നറ്റിക്. എന്താ വിളിക്കുന്നത്? ഡയാമാഗ്നറ്റിക്. അപ്പൊ എഴുതി വെക്കുക ഒരു പോയിന്റ് ആയിട്ട് കേട്ടോ. പെയർഡ് ഇലക്ട്രോൺ in last molecular orbital. Paired electron in last molecular orbital. ലാസ്റ്റ് ആയിട്ട് വരുന്നത് കണ്ടോ? ഇവിടെയാണ് ലാസ്റ്റ് അല്ലെ? ഓർത്ത് നോക്കുക. ഇവിടെയാണോ നോക്കേണ്ടത്? ഇതെന്താ? ആറ്റമിക് ഓർബിറ്റൽ. ഇതെന്താ? മോളിക്കുലർ ഓർബിറ്റൽ നോക്കണം. പെയർഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഹൈഫൺ. ഡയാമാഗ്നറ്റിക്. പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്. കേട്ടോ, ഓർത്തു വെക്കുക. ഇനി ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. മീനിങ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് ക്ലിയർ ആയിട്ട് ഒന്ന് ഓർത്തു വെക്കുക. ഡയാമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ പേഡായിട്ട് വരുന്ന സമയത്ത് വീക്ക്ലി റിപ്പൽഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. വീക്ക്ലി അട്രാക്റ്റഡ് ആയി കഴിഞ്ഞാൽ അപ്പൊ എന്ത് വരിക്കും? പാരാമാഗ്നറ്റിക് എന്ന് വിളിക്കും. ഇനി ഫെറോ മാഗ്നറ്റിക് ഉണ്ട്. ഫെറോ മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ അയൺ മാഗ്നറ്റിക് ഫീൽഡിന്റെ അടുത്ത് കൊണ്ടുവന്ന് എന്ത് പറ്റും? എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും അല്ലെ? അയൺ മാഗ്നറ്റിനെ അടുത്ത് കൊണ്ടുവന്ന അട്രാക്ട് ചെയ്യും. അതിൽ കുറെ അൺപെയ്ഡ് ഉണ്ട്, കുറെ നമ്പർ ഓഫ് അൺപെയ്ഡ് ഉണ്ട്. ആ അൺപെയ്ഡ് വരുമ്പോ എന്ത് പറ്റും? നന്നായിട്ട് അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഫെറോ മാഗ്നറ്റിക്. അങ്ങനെ വേറെ കുറെ കാറ്റഗറി ഉണ്ട്. ആന്റി ഫെറോ മാഗ്നറ്റിക് അങ്ങനെയൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ രണ്ട് ടേം അറിയണം. ഡയാമാഗ്നറ്റിക്. അപ്പൊ ഡയാമാഗ്നറ്റിക് മീനിങ് എന്താ? വീക്ക്ലി റിപ്പൽഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. എഴുതി വെക്കുക കേട്ടോ. ഡയാമാഗ്നറ്റിക് ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ അറിയണം അല്ലെ? ആ ടേം കണ്ട എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. വീക്ക്ലി റിപ്പൽഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. magnetic field. Weakly repelled in a magnetic field. Weakly repelled in a diamagnetic. Diamagnetic. Weakly repelled in a magnetic field. Paramagnetic എന്താണെന്ന് എഴുതിയപ്പോ പാരാമാഗ്നറ്റിക് എന്തായിരിക്കും കേട്ടോ? ഈ കോമ്പൗണ്ട് എന്താണ്? കംപ്ലീറ്റ്ലി ഇതാണ് അല്ലെ? പാരാമാഗ്നറ്റിക് ഹൈഫൺ പാരാമാഗ്നറ്റിക് ഹൈഫൺ അൺപെയ്ഡ് ഇലക്ട്രോൺ കൊമ പാരാമാഗ്നറ്റിക് ആണെങ്കിൽ എന്തായിരിക്കും? അൺപെയ്ഡ്. അൺപെയ്ഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലെ? ഓർത്ത് നോക്കുക. പെയർ അല്ലാത്തത് അൺപെയ്ഡ് ഇലക്ട്രോൺ കൊമ വീക്ക്ലി അട്രാക്റ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. Weakly attracted in a magnetic field. Weakly attracted in a magnetic field. ഓർത്ത് നോക്കാം. സയൻസിന്റെ ഒരു കുഞ്ഞു കാര്യമായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ പറയാം. O2 ഓക്സിജൻ ഇല്ലേ? നമ്മളിപ്പോ ഇതിലും ഇങ്ങനെ വരക്കും. അപ്പൊ നമുക്ക് അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ് കിട്ടുക. കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പൊ അതിനെന്ത് വിളിക്കും നമ്മള്? പാരാമാഗ്നറ്റിക്. അപ്പൊ ഓക്സിജൻ എന്താണ്? അൺപെയ്ഡ് ആണ്. അപ്പൊ പാരാമാഗ്നറ്റിക്കിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞു? വീക്ക്ലി അട്രാക്റ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. നിങ്ങൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ സംഭവം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ആ ഒരു കാര്യം അറിഞ്ഞല്ലോ. ഇവിടെ ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇതുപോലത്തെ ഒരു ബ്രേസ്ലെറ്റ് പോലെ. ഇത് വാച്ചാണ്. ഇതുപോലത്തെ കളറിലൊക്കെ ഒരു ബ്രേസ്ലെറ്റ് ആണ്. അതിന് 5000 രൂപ, 6000 രൂപ, 10000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈനിലുണ്ട്. അല്ലാതെയും ആൾക്കാർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വരുവാണ്. ഇയാൾക്ക് ഇത് ഭയങ്കര വലിയ മെറ്റൽസുകളാണ്. അതിൽ മാഗ്നറ്റിക് പവേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് തനിക്ക് തരും. തന്റെ കൈക്ക് ബലം കൂടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവർ കാണിക്കുന്ന ഒരു ഡെമോ ഉണ്ട് കേട്ടോ. യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്. നിങ്ങൾ വേറെ രീതിയിലൊക്കെ നോക്കിയാൽ അവര് പറയുന്ന പറഞ്ഞു. ഇപ്പൊ ഇയാള് തന്നെ വന്നു. ഇയാൾക്ക് 1 കിലോ വെയിറ്റ് എടുക്കാൻ പറ്റുന്നു. അത് തന്നെ കഷ്ടിച്ചെടുക്കാൻ പറ്റുകയാണെന്ന് കരുതുക. ഈ മാഗ്നറ്റ് ഇട്ട് ഒരു 15-1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പോകുമ്പോൾ ഈസി ആയിട്ട് വന്നു. എന്തുകൊണ്ടായിരിക്കും? സയൻസ് റീസൺ എന്താ? അപ്പൊ അയാള് അല്ലേ ട്രസ്റ്റഡ് ആവും. ഭയങ്കര ബുദ്ധിമുട്ടി കയറിയേക്കുന്ന ആൾക്കാർക്ക് കാലം ഒരു മാഗ്നറ്റിന്റെ ഇത് ഇടുമ്പോ ഭയങ്കര എന്തായിരിക്കും റീസൺ? ഇനി അത് നല്ലതാണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അല്ലെ അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതിരിക്കട്ടെ അല്ലെ? ബോക്സിംഗ് ഒക്കെ ആണെങ്കിൽ ഈ സാധനം ഇട്ടിട്ട് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലെ? അങ്ങനെയൊക്കെ ആലോചിക്കാം. എന്തായിരിക്കും എന്റെ റിയാലിറ്റി? എന്തായിരിക്കും എൻ്റെത്?
അതില് ഒരു സയന്റിഫിക് റീസൺ എന്താന്ന് പറഞ്ഞാല് നമ്മൾ മാഗ്നറ്റ് ഹൈ സ്ട്രോങ് ആയിട്ട് ഇടുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് എന്ത് വേണം എപ്പോഴും ജീവിക്കാൻ, എന്ത് വേണം, ഓക്സിജൻ വേണം. ഓക്സിജൻ ഇൻടേക്ക് അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ലൈഫ് മുഴുവൻ അല്ലെ പോകുന്നതായിട്ട് വരുന്നത്. അപ്പോ നിങ്ങൾക്ക് ഇവിടെ ചതഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക? ബോഡി എന്ത് ചെയ്യാം? ഇവിടെ ഒന്ന് അടിച്ച് ചതഞ്ഞു എന്ത് പറ്റും? ബോഡി അവിടെ നിന്ന് ഡെഡ് സെൽസിനെ മാറ്റും. ഡെഡ് സെൽസിനെ ആരാ മാറ്റുന്നത്? ബ്ലഡ് വന്ന് അവിടെ അല്ലെ മെറ്റബോളിക് ആക്ടിവിറ്റി കൂടും. അതുകൊണ്ടാണ് അവിടെയൊക്കെ ചിലപ്പോൾ ചൂട് വരും, പനി വരും. ആ ഭാഗത്തൊക്കെ ഒരു അല്ലെ ചൂടൊക്കെ ഉണ്ടാവും. കാലിലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അറിയാം അവിടെ നീര് വരും അല്ലെ. അവിടെ നിന്ന് ബ്ലഡ് സെൽസ് വന്നിട്ടാണ് ഡെഡ് സെൽസിനെ മാറ്റുന്നതും ബാക്കി കാര്യങ്ങൾ വരുന്നത്. ഇനി ഓർത്ത് നോക്കുക, ഈ കൈ ഇങ്ങനെ നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വേണം? ഓക്സിജൻ വരണം. അപ്പോ ഈ സ്ട്രോങ് മാഗ്നറ്റ് വരുന്ന സമയത്ത് ഓക്സിജൻ എന്താന്നാ പറഞ്ഞത്? വീക്ക്ലി അട്രാക്റ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, പാരാമാഗ്നറ്റിക്. അങ്ങനെ പാരാമാഗ്നറ്റിക് വരുന്ന സമയത്ത് നോർമലി ഓക്സിജന്റെ ഇൻടേക്ക് അല്ലെങ്കിൽ ബ്ലഡിലോട്ടുള്ള മൂവ്മെന്റ് അവിടെ ആ ഒരു ഏരിയയിൽ കുറച്ച് സമയത്തേക്കെങ്കിലും കൂടുതൽ വരും. ചെറുതായിട്ടൊരു എന്താണ് എനർജി ഫീൽ ചെയ്യും. ആ ഒരു എനർജിയിൽ ആണ് എന്ത് ചെയ്യുന്നത്? ഒരു ചെറിയൊരു പെർസെന്റേജിൽ വന്നാൽ പോലും നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വരും. മനസ്സിലായി? ആ ഒരു ടൈമില് പിന്നെ ആള് പറയുന്ന ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഉണ്ടാവും. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അത് എന്ത് ചെയ്യും? നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ബൈ ചെയ്യും. പക്ഷെ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുകയാണെങ്കിൽ ബോഡി അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊരു പെർമനന്റ് ചോയ്സ് അല്ല. പിന്നെ അതിന്റെ സയന്റിഫിക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് അക്വാപങ്ക്ചർ എന്ന് പറയുന്ന ഇതിൽ ചെറിയൊരു ബേസ് അതിലിടും. അക്വാപങ്ക്ചർ അറിയോ നിങ്ങൾക്ക് അല്ലെ? ചെറിയ കറക്റ്റ് പോയിന്റ്സുകൾ കണ്ടെത്തി അവിടെയും ചിലതിൽ മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ മറ്റേ തളർന്നു കിടക്കുന്ന ഇതൊക്കെ അല്ലെ മാറാവുന്ന രീതിയിൽ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിനൊരു ചെറിയ രീതിയിൽ സയന്റിഫിക് ഇതുകൊണ്ട്, അല്ലാതെ വെറുതെ കൊണ്ടുപോയി അല്ലെ ആ മാഗ്നറ്റിന് ഒരു 100 രൂപയുടെ വിലയുള്ള സാധനത്തിന് 5000 10,000 കൊടുത്ത് വാങ്ങിക്കരുത്. അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. നോക്കാം. കാരണം ഞാനൊക്കെ ഇതൊക്കെ കേട്ട സമയത്ത് ഒരു ആള് എന്റെ അടുത്ത് വന്ന് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി വരുന്നത് ഈ ഇവിടെ തന്നെയാണ് ഒരു മാഗ്നറ്റിക് കിടക്ക എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഓർത്ത് നോക്കാം. ഉണ്ട്, നെറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ. അപ്പൊ ആരെങ്കിലും ഒക്കെ വന്നാൽ, നിങ്ങൾ സയൻസ് പഠിക്കുന്ന ആൾക്കാരല്ലേ, എന്തെങ്കിലും ഉപകാരപ്പെടണ്ടേ? അതിന്റെ സയന്റിഫിക് ബേസ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഇത് എന്താ പറഞ്ഞേ? ഡയാമാഗ്നറ്റിക്. എന്തുകൊണ്ടാണ് ഡയാമാഗ്നറ്റിക് ആയത്? ഇത് കണ്ടോ, പേഡാണ് കേട്ടോ, എഴുതിയിട്ടുണ്ട്. പേഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക്. ഇനി ഇതില് നമുക്കൊരു പോയിന്റ് കൂടി എഴുതണം, ബോണ്ട് ഓർഡർ കേട്ടോ. അടുത്തൊന്ന് എഴുതി വെച്ചേ, ടേം ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ ഈക്വൽ ടു കേട്ടോ, ബോണ്ട് ഓർഡർ കേട്ടോ. ഓർത്ത് നോക്കുക, ഷോർട്ട് ഫോം BO എന്നാണ്. BO ഈക്വൽ ടു NB മൈനസ് NA ഡിവൈഡഡ് ബൈ 2. ഷോർട്ട് ഫോം എഴുതാം, NB മൈനസ് NA ബൈ 2 കേട്ടോ. ഓർത്ത് നോക്കുക. ഇനി അത് ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ. നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ 2. അപ്പൊ NB എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് എന്താണ്? ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ 2. നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ 2. ഓക്കെ ആണോ? ഇവിടെ നോക്കുക, ഇതില് ബോണ്ടിങ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ സ്റ്റാർ ഇല്ലാത്തത്, അതിനെയാണ് നമ്മൾ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 2. പിന്നെന്തായിരിക്കും? 3 4. ഇവിടെ നോക്കിയേ, 5 6 7 8. ഇവിടെ ഓർത്ത് നോക്കാം. അപ്പൊ എന്ത് വരും? BO ഈക്വൽ ടു 8 മൈനസ് അല്ലെ, 8 മൈനസ് ഇവിടെ എത്രയുണ്ട്? ആന്റി ബോണ്ടിങ് സ്റ്റാർ ഉള്ളത് 1 2. പിന്നെന്തുണ്ട്? 3 4. അത്രയല്ലേ ഉള്ളൂ, മുകളിലല്ലോ കേട്ടോ. ഓർത്ത് നോക്കുക, 8 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? എത്രയായിരിക്കും? 2. ഇതിന്റെ മീനിങ് ബോണ്ട് ഓർഡർ 2 എന്ന് പറഞ്ഞാൽ O ഡബിൾ ബോണ്ട് O. ഇതാണ് O2. അപ്പൊ O2 മോളിക്യൂൾ കേട്ടോ. ഓർത്ത് നോക്കുക, O2 അല്ല, സോറി, C2. സിയുടെ അല്ലേ നമ്മൾ പറഞ്ഞു കേട്ടോ. ഓർത്ത് നോക്കുക, C2 എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് C ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. അപ്പൊ കാർബണിന്റെ ബോണ്ട് ഓർഡർ എത്രയാണ്? 2 കേട്ടോ. ഓർത്ത് നോക്കുക, കാർബണിന്റെ ബോണ്ട് ഓർഡർ എത്രയാ? 2 കേട്ടോ. ഓർത്ത് നോക്കുക, അങ്ങനെയാണ് ഈ മോളിക്യൂൾസ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ബോണ്ട് ഓർഡർ എങ്ങനെയാ കണ്ടെത്തുന്നത്? നമ്പർ ഓഫ് ബോണ്ടിങ് മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഡിവൈഡഡ് ബൈ 2.
കേട്ടോ, ഓർത്ത് വെക്കാം. ഇനി ബോണ്ട് ഓർഡർ കൂടുന്തോറും, ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് മാറി ട്രിപ്പിൾ ബോണ്ട് ഒക്കെ ആവും അല്ലെ, അങ്ങനെ വരുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. അങ്ങനെ വരുമ്പോൾ എന്ത് കൂടും? സ്റ്റെബിലിറ്റി കൂടും അല്ലെ. സിംഗിൾ ബോണ്ടിനേക്കാളും ഡബിൾ അല്ലെ സ്ട്രോങ് എന്തായിരിക്കും? ഡബിൾ. ഡബിൾ ബോണ്ടിനേക്കാളും സ്ട്രോങ് ട്രിപ്പിൾ. ആ രീതിയിലാണ്. അതിന് താഴെ ഒരു പോയിന്റ് കൂടി എഴുതണം. ബോണ്ട് ഓർഡർ ഇൻക്രീസസ്, bond order increases, stability also increases. Bond order increases, stability also increases. Bond order increases, stability also increases. Okay ആണോ? ഓർത്ത് നോക്കാം. ഇനി ഇതുപോലെ അടുത്തൊരു മോളിക്യൂളിൽ നോക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ഈ പഠിച്ച ഈ ഓർഡറില്ലേ, ഈ ഓർഡർ 3 മോളിക്യൂൾസുകൾക്കാണ് നമുക്ക് ആകെ പഠിക്കാനുള്ളത്. ബോറോൺ, കാർബൺ, നൈട്രജൻ. ഈ 3 മോളിക്യൂളിന് മാത്രമേ ഈ പിക്ചറിൽ നമ്മൾക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ആകെ ഇത് വെച്ച് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? ബോറോൺ, കാർബൺ, നൈട്രജൻ. ഈ 3 ആൾക്കാരെയാണ്. ഇപ്പൊ എഴുതിയത് ഏതായിരുന്നു? കാർബൺ, C2 അല്ലെ, ഓർത്ത് നോക്കാം. ഇനി നമ്മൾ അടുത്ത ഹെഡിങ് എഴുതി വെക്കേണ്ടത് മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ്, മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം അല്ലെങ്കിൽ എനർജി ലെവൽ എന്നൊക്കെ പറയും, ഓഫ് ബോറോൺ. ബോറോൺ കേട്ടോ, മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് ആരാണ്? ബോറോൺ. അടുത്ത ഹെഡിങ് കേട്ടോ, ബിഗ് ഹെഡിങ്. ഇപ്പൊ എഴുതിയ അതേ ഫോർമാറ്റില് നിങ്ങൾ എഴുതാൻ പോവാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ബോറോൺ. ബോറോണിന്റെ ആറ്റമിക് നമ്പർ എത്രയാണ്? അത് പറഞ്ഞേ. ബോറോണിന്റെ ആറ്റമിക് നമ്പർ 5. 5 വന്ന എങ്ങനെ എഴുതും നിങ്ങൾ? 1s2 2s2 2p1 കണ്ടോ. ഇനി ഞാൻ എഴുതി നോക്കിയോ കേട്ടോ, 1s2 ഈ C2 ഞാൻ മാറ്റി അത് B2 ആക്കാണ്. B2 1s2 2s2 2p1. 2p1 എന്ന് പറഞ്ഞ് ഇവിടെ 1 ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. കണ്ടോ, ഓർത്ത് നോക്കാം. ഇവിടെയും അല്ലെ 2 ബോറോൺ ഉണ്ട്, അപ്പൊ ഇവിടെയും 1 ഇലക്ട്രോൺ, 2p1. അങ്ങനെ 1 വന്നാൽ എവിടെയായിരിക്കും ചേഞ്ച് വരിക? എവിടെ അല്ലെ, ഇവിടെയൊക്കെ സെയിം ആയിരിക്കും അല്ലെ. ഇവിടെ എന്തോരും? ആകെ എത്ര? 1ഉം 1ഉം അല്ലേ ഉള്ളൂ. അപ്പൊ എന്തോരും? ഇവിടെ 1ഉം ഇവിടെ 1ഉം. കണ്ടോ, ഓർത്ത് നോക്കാം. ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കണ്ടോ, ഓർത്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ. കണ്ടോ, വേഗം എടുത്തെഴുതിയേ, വേഗം എടുത്ത കേട്ടോ. എന്താ ചേഞ്ച് വന്നതെന്ന് മനസ്സിലായോ? ഓർത്ത് നോക്കാം. ഇവിടെ എത്രയേ ഉള്ളൂ? 1 1. അപ്പൊ ടോട്ടൽ എത്ര? 2. കണ്ടോ, ഇവിടെ 2 വന്നു. ഐഡിയ മനസ്സിലായോ? ഓക്കെ, വേഗം എടുത്ത് എഴുതുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി നിങ്ങളെ കൊണ്ട് ഞാൻ ചോദിക്കും. ഒന്നുകൂടി പറയാം, ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ. ബോറോൺ, ബോറോൺ ആറ്റമിക് നമ്പർ എത്രയായിരുന്നു? 5. അങ്ങനെ 5 വരുമ്പോ എത്രയൊക്കെ ഉള്ളൂ? 1s2 2s2 2p1 ആണ്. ഓർത്ത് നോക്കുക. അതെ, അതുപോലെ 1s2 2s2 2p1 ഇത് വരച്ചു. ഇതുപോലെ 1s2 2s2 2p1 വരച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഇവിടെ ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? മുകളിൽ 2 + 2 അപ്പൊ എത്ര? 4. അങ്ങനെയാണ് ഈ ബോക്സ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. അപ്പൊ എവിടെ ഫില്ല് ചെയ്യും? ഇവിടെ 2 ഫില്ല് ചെയ്തു, ഇവിടെ 2 ഫില്ല് ചെയ്തു, ഉണ്ടോ? ഇവിടെ 2 ഫില്ല് ചെയ്തു, ഇവിടെ 2 ഫില്ല് ചെയ്തു, ഉണ്ടോ? ഓർത്ത് നോക്കുക, ഫില്ലായി. ഇനി ഇവിടെ എത്ര ഉണ്ടാകെ? 1 + 1 അപ്പൊ എത്ര? 2. അങ്ങനെ 2 വന്നാൽ ഇവിടെ 1 1 അത്രേ ഉള്ളൂ. ഉണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ ഒരെണ്ണം പഠിച്ചാൽ ഇനി എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? വേഗം എഴുതുക കേട്ടോ, വേഗം വരക്കണം. ഇനി കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എന്ത് എഴുതണം? എന്താ വ്യത്യാസം തന്നെ ഇവിടെ? B2 ബോണ്ട് ഓർഡർ എത്രയാണെന്ന് തനിയെ പറയണം കേട്ടോ. ബോണ്ട് ഓർഡർ എത്രയാണെന്ന് തനിയെ പറയണം. ഇത് ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ? ബാക്കില റോസില അവർ പറ, അവിടെ നോട്ട് പറഞ്ഞ അങ്ങനെ അങ്ങനെ ഓരോ പാരയാണ് അല്ലെ, ഓർത്ത് നോക്കാം. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ പാര പറഞ്ഞേക്കുന്നത്? പെയ്ഡ് അല്ലാത്തതുകൊണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അൺപെയ്ഡ് ആണ് കേട്ടോ. അപ്പൊ അവിടെ ഒരു പോയിന്റ് ഇട്ട് എഴുതണം. ഇത് വരക്ക കേട്ടോ. ഫസ്റ്റ് ആദ്യം നിങ്ങൾ വരയ്ക്കത്.
ഓക്കെ അല്ലേ? ഇനി ബോണ്ട് ഓർഡർ എത്ര കിട്ടി? നോക്ക് ചെക്ക്. ആണോ? ഉറപ്പാണോ? ശരിയാ? ആണോ? എത്ര ബോണ്ടിങ് ഉണ്ട്? ആ -4 കിട്ടിയോ? എഴുതി ബോണ്ട് ഓർഡർ എഴുതട്ടോ, ഞാൻ ചോദിക്കും, അല്ലെങ്കിൽ മനസ്സിലാകാന്ന് അറിയാം. കിട്ടിയോ? എത്ര കിട്ടി? ആ ചോദിച്ചു. ആ ശരിയാ, കറക്റ്റാ. ചോദിച്ചോ മോനെ. 2P അല്ല മോനെ, അത് ആറ്റമിക് ഓർബിറ്റിലാണ്. ആറ്റമിക് ഓർബിറ്റിൽ 2p1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എഴുതാൻ നമ്മള്? ആറ്റമിക് ഓർബിറ്റിലല്ലേ മോന് ഉദ്ദേശിച്ചത്? ഇത് ഒരെണ്ണം മുകളിലൊക്കെ ആണെങ്കിൽ അത് താഴേക്കാക്കി എഴുതണ്ടേ, അതാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണോ? രണ്ടും ഇൻഡിവിജ്വൽ ആറ്റം ആണ്. ആക്ച്വലി ഇൻഡിവിജ്വൽ ആറ്റം ഒരേപോലെ അല്ലേ ഇരിക്കും, മുകളിലേക്ക് തന്നെയാണ് കേട്ടോ. ഓർത്ത് വെക്കാം, മുകളിലേക്ക് തന്നെയാണ് കേട്ടോ. ഓർത്ത് വെക്കാം. സിംഗിൾ ഒക്യുപ്പൈ അല്ലേ അത് ചെയ്യുന്നത്, ഉണ്ടോ? ഓർത്ത് വെക്കാം. NB നമ്പർ ഓഫ് ബോണ്ടിങ് ഓർബിറ്റൽ, നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് കേട്ടോ. ഓർത്ത് വെക്കാം. എനിക്ക് വേണം ആൻസർ എങ്ങനെ എഴുതണം എന്നൊക്കെ പറഞ്ഞാൽ. എത്ര കിട്ടി ഇത്? എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ. ബോണ്ട് പേസ് എത്ര ഉണ്ട്? സ്റ്റാർ ഇല്ലാത്തതാണ് ബോണ്ട് പേസ്. അപ്പൊ എത്ര? 6 മൈനസ് 4. അപ്പൊ എത്ര കിട്ടും? 2/2 1. അപ്പൊ ശരിയായില്ലേ? മറ്റെന്ത് പറ്റി? നേരത്തെ തെറ്റിയത് കൗണ്ട് ചെയ്തില്ല. ഓക്കെ, കിട്ടിയാ ശരിക്കും 6 മൈനസ് 4 അല്ലേ? ഓക്കെ അല്ലേ? കിട്ടിയോ? കൗണ്ട് ചെയ്യുന്നത് ഇത് 1 2 3 4 5 6. ഇത് ഡൗൺ അല്ലേ? സ്റ്റാർ ഇല്ലാത്തതാണെങ്കിൽ ബോണ്ടിങ് ഓർബിറ്റൽ. ആന്റി ബോണ്ടിങ് എന്ന് പറയുമ്പോൾ സ്റ്റാർ ഉള്ളതാണ്. അപ്പൊ 6 മൈനസ് ആന്റി ബോണ്ടിങ് എത്രയാണെന്ന് പറഞ്ഞു. അത്രേ ഉള്ളോ? ഇതെന്താ എഴുതാത്ത? ഫില്ല് ചെയ്യണ്ടേ? അവിടെ ഉണ്ട് കേട്ടോ. കിട്ടിയോ? ബോണ്ടിങ് മൈനസ് ആന്റി ബോണ്ടിങ് കുടിച്ചിട്ടു. സിഗ്മ അല്ല, പൈ കേട്ടോ. പൈ 2px ഈക്വൽ ടു പൈ 2py. എത്ര കിട്ടിയ? അവിടെ കിട്ടിയോ? ഓക്കെ ആണോ? മോന് കിട്ടിയോ? എത്ര മൈനസാ ചെയ്തേ? എന്താണ് സ്റ്റക്കായിട്ട് നിൽക്കണ? സിഗ്മ 2pz കേട്ടോ. നോക്കിട്ട് വേഗം എഴുതുക കേട്ടോ. അപ്പൊ 3 കാര്യങ്ങൾ എഴുതണം. ഒന്ന് ബോണ്ട് ഓർഡർ കേട്ടോ. ഓർത്ത് നോക്കാം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ കിട്ടിയോ? ബ്ലഡ് വർക്ക് കിട്ടിയോ? ബോണ്ട് ഓർഡർ എത്ര കിട്ടിയ? ബോണ്ട് ഓർഡർ പറയുന്നുണ്ടായല്ലോ ഷീൻ എന്നുള്ള പ്രൊഫൈലിലുള്ള ആള്. ഗസ് എത്രയാ ബോണ്ട് ഓർഡർ കിട്ടിയ? പറയുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ഇവിടുത്തെ ഫാൻ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ഓർക്കനെ പറഞ്ഞേ. ഇത് ഇവിടെ ഫുള്ളാണ് എങ്കിൽ പറഞ്ഞു. ആദ്യം ക്രിസ് പറ, എത്രയാ ബോണ്ട് ഓർഡർ കിട്ടിയേ? മൈക്ക് അടുത്ത് വെച്ചിട്ട് പറ, കേൾക്കുന്നില്ല. ഇപ്പൊ ഓണായി. ഇപ്പൊ ഓണായിട്ട് വീണ്ടും ഓഫായി. പറഞ്ഞു. പറയുന്നത് കേൾക്കുന്നില്ല. അവിടെ അനങ്ങുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. ചിലപ്പോ കണക്ഷൻ എന്തെങ്കിലും വെറുതായിരിക്കും. മറ്റേ ആള് പറഞ്ഞേ സർ റീജോയിൻ ചെയ്യാം. ഓക്കെ.
ഓക്കെ ക്രിസ്. ഷീന പ്രൊഫൈലിൽ വന്നേക്കുന്ന ആളെന്ന് പറഞ്ഞേ, എത്ര ബോണ്ട് ഓർഡർ? ഇപ്പൊ കേൾക്കാം, പറഞ്ഞോ. ഉറക്കനെ പറ, എന്തോ പറയുന്നുണ്ട് പക്ഷെ കേൾക്കുന്നില്ല. ഉണ്ടാതിരുന്നേ. മെസ്സേജ് അയക്കുക കേട്ടോ, ബോണ്ട് ഓർഡർ എത്രയെന്ന് മെസ്സേജ് അയച്ചേ. വീഡിയോ എന്താ കംപ്ലൈന്റ് ആയിട്ടാണോ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നേ? അറ്റൻറ്റീവ് ആയിരിക്കണം കേട്ടോ. ഈ ടോപ്പിക്ക് ക്ലിയർ ചെയ്ത് പോകണം, നിങ്ങളെ കൊണ്ട് ഇൻഡിവിജ്വലി പറയിപ്പിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ഇനി നിങ്ങൾക്ക് ഈ പിക്ചർ ഉണ്ടാവില്ല. പിക്ചർ ഇല്ലാതെ ഇതിന്റെ ബോണ്ട് ഓർഡർ മുതൽ സർവത്ര എഴുതാനായിട്ടുള്ള മെത്തേഡ് ഇൻഡിവിജ്വലി ഇപ്പൊ നിങ്ങൾ പറയാൻ പോവാണ്. അതിന് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് തൊട്ട് ഇവിടെയും വരെയുള്ള ഓർഡർ നിങ്ങൾ കാണാതെ ഇപ്പൊ പറയും ഇൻഡിവിജ്വൽ എല്ലാവരും. എനിക്ക് വേണമെങ്കിൽ അടുത്ത ടോപ്പിക് കൂടി എടുത്ത പോർഷൻസ് തീർന്നു അത് തരാം. അങ്ങനെയല്ല, നിങ്ങൾക്ക് സ്കൂളിൽ ഈ പോർഷൻ എടുക്കുമ്പോൾ എനിക്ക് കിട്ടണം ഇത് സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 കണ്ടോ, താളം നോക്കിയേ, സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 കണ്ടോ, ഓർത്ത് നോക്കാം. ഇവിടം വരെ തീർന്നു. ഇതെല്ലാത്തിനും കോമൺ ആയിരിക്കും. ഇനി ഇവിടെ നിന്ന് തൊട്ടുള്ളതാണ് പഠിക്കേണ്ടത്. ഇവിടം വരെ എല്ലാവരും ഓക്കെ ആണോ? ഒന്ന് നോക്കിയേ അല്ലെ, ഓർത്ത് നോക്കുക, ഓക്കെ ആണ് അല്ലെ? ഓക്കെ, ഇവിടെ തൊട്ട് അങ്ങ് പറഞ്ഞു തുടങ്ങിയ സിഗ്മ അടുത്ത ഓക്കെ പറഞ്ഞു. എന്റെ ലോജിക്ക് കിട്ടിയില്ലേ? സിഗ്മ അല്ലെ, ഒരെണ്ണം പറഞ്ഞാൽ അതിന് സ്റ്റാർ ഇട്ട് പറയാം. ഞാൻ അവിടെ ഒന്ന് പറഞ്ഞു. കേട്ടോ, ഓർത്ത് നോക്കാം. ഓൺലൈനിൽ ഇരിക്കുന്ന ആള് കേട്ടോ ഒന്ന് പറയാൻ നോക്കണം കേട്ടോ, ഒപ്പം ഒരുമിച്ച് പഠിക്കണം. കാരണം എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഇവിടെ തൊട്ട് ഇവിടം വരെ കേട്ടോ, ഓർത്ത് നോക്കുക. ഓൺലൈനിലുള്ള ഒഴിച്ച ആൾക്കാരെല്ലാവരും ഒഴിച്ച് പറഞ്ഞു ഇവിടെ ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. ഒന്ന് പറഞ്ഞു ഇവിടം വരെ കാണാതെ പറയണം കേട്ടോ, ഓർത്ത് നോക്കുക. അവിടെ ഇരുന്നിട്ട് പറയണം കേട്ടോ, ഓർത്ത് നോക്കുക. അങ്ങനെ തന്നെ. അത്ര എളുപ്പമല്ലേ? അത്രയും കിട്ടി. ഇനി നിങ്ങളുടെ ഇവിടെ നിന്ന് തൊട്ട് ഇവിടെയും വരെയുള്ളതും കാണാൻ പഠിച്ചിട്ട് ഒറ്റ സ്റ്റിച്ചിന് ഫുള്ള് പറയും കേട്ടോ, ഓർത്ത് നോക്കുക. പൈ 2px ഈക്വൽ ടു പൈ 2py. അത് കഴിഞ്ഞാൽ സിഗ്മ 2pz, സിഗ്മ 2pz. അത് കഴിഞ്ഞാൽ പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. അത് കഴിഞ്ഞാൽ സിഗ്മ സ്റ്റാർ 2pz കേട്ടോ. ഒന്ന് പ്രാക്ടീസ് ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കാം. എവിടെന്നാ തുടങ്ങുന്നേ? പൈ 2px ഈക്വൽ ടു പൈ 2py then സിഗ്മ 2pz. അത്രയും പഠിച്ചു കഴിയുക, അത് നല്ല ഉറപ്പിക്കാം. പിന്നെ മുകളിലായിട്ടുള്ള സ്റ്റാർ ഇട്ട് പറയാം. എങ്ങനെ പറയും? പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py then കോമ സിഗ്മ സ്റ്റാർ 2pz കേട്ടോ, ഓർത്ത് നോക്കാം. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ഒരുമിച്ച് പറയണം കേട്ടോ. നെറ്റ്വർക്കിൽ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഒരുമിച്ച് നമ്മുടെ ഒപ്പം പറയണം. കാരണം ഇനിയുള്ള നമുക്ക് 4th ചാപ്റ്റർ കൂടി കഴിഞ്ഞ റിവിഷൻ ഇതിൽ വരുമ്പോൾ നിങ്ങളുടെ മാർക്കൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് ഡിവൈഡ് ചെയ്യും. ക്വസ്റ്റ്യൻസ് പറഞ്ഞ് കേൾപ്പിക്കേണ്ടി വരും. നമ്മളൊരു സെക്കൻഡ് ഫേസിലേക്ക് തുടങ്ങും. അത് കഴിഞ്ഞ് തേർഡ് ഫേസ് എന്ന് പറയുന്ന എക്സാം ഫേസിലേക്ക് എത്തണം കേട്ടോ, ഓർത്ത് നോക്കാം. പോർഷൻസ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ റീക്യാപ്പിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ഏരിയ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് പ്രാക്ടീസ് ചെയ്തേ നോക്കി ഇപ്പൊ പറയേണ്ടി വരും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞത് മാറ്റിട്ട് ഓരോ കോമ്പൗണ്ടിന്റെയും ഇനി എക്സാമ്പിളുകളിലേക്ക് വരുമ്പോൾ പറയേണ്ടി വരും കേട്ടോ, ഓർത്ത് നോക്കാം. പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് വേറൊരു ചലഞ്ച് ഉണ്ട്, ഇവിടെ തന്നെ വീണ്ടും തന്നെ തിരുത്തും കേട്ടോ. ഓക്കെ, ഇത് പഠിച്ചിട്ട് വേണം ഇതിനെ വീണ്ടും മാറ്റമുണ്ടെന്ന് പറയാൻ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇത് ക്ലിയർ ആക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് പറയാൻ എളുപ്പമാവുള്ളൂ കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? ആരാ ഫസ്റ്റ് പറയണേ? കോൺഫിഡൻസ് ഉള്ള ഒരാളങ്ങ് പറഞ്ഞു തുടങ്ങിക്കോ. ഓക്കെ ആണോ? ഇവിടെ ഓക്കെ ആണോ? ട്രൈ ചെയ്തോ. ഈ 2 പറയണ്ട കേട്ടോ മോനെ, ഈ 2 പറയണ്ട. കാരണം ഈ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ 2 വരിക, മനസ്സിലായി? ഈക്വൽ ടു പൈ 2py. അത് കഴിഞ്ഞാൽ പൈ അല്ല സിഗ്മ 2pz.
ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞാൽ x ഈക്വൽ ടു അല്ലെ, ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഗുഡ്. അവിടെ ഓർത്ത് നോക്കാം. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞാൽ ഇസഡ്. കേട്ടോ ഓർത്ത് നോക്കാം. ഗുഡ്. കിട്ടുന്നുണ്ട്. Pi sigma 2pz pi star 2px equal to pi star 2py sigma star 2pz. മതി. നിങ്ങൾ ഓൺ ടൈം ഒക്കെ എടുത്തോട്ടോ, പറഞ്ഞോ. ബാക്കിൽ പറ. സിഗ്മ സ്റ്റാർ 2pz കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആള് കേട്ടോ, മനസ്സിൽ കിട്ടുന്ന ഞാൻ വിചാരിക്കാം കേട്ടോ. ഓർത്തുക, സൗണ്ടിന്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ. ഓർത്തുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് കേട്ടോ, ഈ പിക്ചർ ഇല്ലാതെ എഴുതാൻ പോവാണ് അടുത്ത കോമ്പൗണ്ട്. ഇപ്പൊ ഏതൊക്കെ എഴുതി നമ്മൾ, നിങ്ങൾ ശ്രദ്ധിച്ചേ. ബോറോൺ, കാർബൺ, നൈട്രജൻ ആണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ. നൈട്രജൻ ഈ പിക്ചർ നോക്കാതെ നമ്മൾ എങ്ങനെയാണ് നൈട്രജൻ എഴുതാം കേട്ടോ. ഓർത്തുക. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു കോമ്പൗണ്ട് പറയാണ് നൈട്രജൻ കേട്ടോ, N2 എന്ന് പറയുമ്പോ നിങ്ങൾ ഈ പിക്ചർ ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? N2. ഒരു നൈട്രജന് ആറ്റമിക് നമ്പർ എത്രയാണ്? ഒരു നൈട്രജൻ എത്രയാ? 7. അപ്പൊ 2 നൈട്രജൻ വരുമ്പോ എത്രയാവും? 14. അതാണ് നിങ്ങളുടെ മൈൻഡ് കേട്ടോ. ഇനി വേറെ ഒന്നുമില്ല, 14. അപ്പൊ ഞാൻ എഴുതുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പൊ എത്രയും മുകളിലുള്ളതാണ് ആക്ച്വലി ഇലക്ട്രോൺ വെക്കുന്നത്. ഇനി അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ പഠിച്ചേക്കുന്നത് സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 2s അല്ലെ. ഓർത്ത് നോക്കുക. അത് കഴിഞ്ഞാൽ എന്താ? സിഗ്മ ഇത് 1s ആയിരുന്നു കേട്ടോ. സിഗ്മ 2s. അത് കഴിഞ്ഞാൽ സിഗ്മ സ്റ്റാർ 2s. അത് കഴിഞ്ഞാൽ എന്തായിരിക്കും? പൈ 2px ഈക്വൽ ടു പൈ 2py. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും നമ്മൾ ഇത് മുഴുവൻ എഴുതി വെക്കും. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് നോക്കിയേ, സിഗ്മ 2pz. അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും കൂടി ആലോചിച്ച് വരുമ്പോ നമ്പറും ഇതും ഒക്കെ കൂടി ആലോചിക്കുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവും, എറർ വരും. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നതാണ്. അപ്പൊ ഒറ്റ അടിക്കാൻ അങ്ങോട്ട് പറഞ്ഞു നോക്കൂ. ഇനി എന്തായിരുന്നു? പൈ 2px ഈക്വൽ ടു 5 സ്റ്റാർ 2py. അത് കഴിഞ്ഞാൽ അല്ലെ, ഇത് സ്റ്റാർ ഉണ്ട്, സിഗ്മ സ്റ്റാർ 2pz. ഇതൊക്കെ എഴുതി കണ്ടോ. അപ്പൊ ഇവിടെ തൊട്ട് ഇതങ്ങോട്ട് ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ ഈ പിക്ചർ ഇതൊന്നുമില്ലാതെ നമ്മൾ എഴുതുന്ന രീതിയാണ്. ഇനി എൻട്രൻസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇത് ബോർഡൊക്കെ വരച്ച് അതിന്റെ ആൻസർ ഒക്കെ എഴുതി വരുമ്പോൾ എൻട്രൻസ് എക്സാം തീർന്നുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇത് തന്നെ പറ്റുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. ഇതിൽ നമുക്ക് ഒരു ബെഞ്ച് മാർക്കൊക്കെ വെക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് അറിയാലോ ഇതിൽ ഇപ്പൊ എത്രയുണ്ട്? ടോട്ടൽ 14 ഉണ്ട് അല്ലെ. 2 നൈട്രജൻ വരുമ്പോ എന്താ? 7 + 7 എത്രയുണ്ട്? 14. അപ്പൊ 14 നമുക്ക് ഫിൽ ആവണം. ഇവിടെ എത്രയാ? 2. ഇവിടെ എത്ര? 2. അപ്പൊ എത്രയായി? 4. ഇവിടെ എത്രയായി? 2. ഇപ്പൊ എത്രയായി ടോട്ടൽ? 8 ആയില്ലേ? ഓർത്ത് നോക്കാം. ഇത് ഇനിയും കുറെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം 2 ഇപ്പൊ എത്രയായി? 12. ശരിയല്ലേ? 12. ഇനി നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. എത്രയുണ്ട് ടോട്ടൽ? എത്രയുണ്ട്? 14 ഉണ്ട് അല്ലെ. ഓർത്ത് നോക്കാം. അപ്പോ ഇവിടെ നോക്കി, ഇവിടെയും കൂടി 2 കൊടുത്താൽ എന്ത് പറ്റും? 14. ഇപ്പോഴാണ് 14 ആയത്. അത് ഞാൻ പറഞ്ഞു 12 എത്തി കഴിയുമ്പോൾ ശ്രദ്ധിക്കണം. ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ നോക്കണമല്ലോ. ഓർത്ത് നോക്കാം. അപ്പോ ഇപ്പൊ എത്രയായി ടോട്ടൽ? 14 ഉണ്ടോ. നമ്മൾ ഫില്ല് ചെയ്യുന്നതാണ് കറക്റ്റ് ഓർഡറിൽ കറക്റ്റ് വന്നു. അപ്പൊ ഈ ബാക്കിയുള്ളത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇനി ഇല്ല. അപ്പൊ അവിടെ കിടന്നോട്ടെ, എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് കോൺഫിഗറേഷൻ. ഇവിടെ വരെ അങ്ങ് എഴുതി നിർത്തു.
മനസ്സിലായി? ഇനി ഇത് പറ, ഇത് പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ? ഡയാമാഗ്നറ്റിക്. കാരണം എന്താ, 1 വന്നാൽ അതെന്തായിരിക്കും? പാര. 1 വന്നാൽ എന്തായിരിക്കും? അൺപെയ്ഡ് അല്ലെ. 2 വന്നാൽ എന്തായിരിക്കും? പെയ്ഡ്. 2 എന്ന് പറഞ്ഞ പേരല്ലേ. അപ്പൊ എന്ത് വരും? ലാസ്റ്റ് 2 വന്നാൽ അത് പെയ്ഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? പെയ്ഡ് വന്നാൽ ഡയാമാഗ്നറ്റിക്. വേഗം എടുത്തെഴുതിക്കോ കേട്ടോ, ഓർത്ത് നോക്കാം. എന്തായിരിക്കും? മോളിക്കുലർ ഓർബിറ്റൽ, MOT അല്ലെ, മോളിക്കുലർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് നൈട്രജൻ. എന്നിട്ട് ഇവിടെ വരെ കറക്റ്റ് ആയിട്ട് എഴുതാം. നിങ്ങൾ പഠിച്ചത് തനിയെ എഴുതാനൊക്കെ നോക്കുക. എറർ വന്നാൽ ഇവിടെ നോക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, തനിയൊക്കെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്നുണ്ടോ നോക്കുക. എഴുതിയോ? ബോണ്ട് ഓർഡർ എത്രയാ? ബോണ്ട് ഓർഡർ അല്ലെ. അപ്പൊ ഇത് ഡയാമാഗ്നറ്റിക് ആണെന്ന് എഴുതണം. ഡയാമാഗ്നറ്റിക് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ബോണ്ട് ഓർഡർ. എത്ര കിട്ടി? സ്റ്റാർ ഇല്ലാത്തതിനെ കൗണ്ട് ചെയ്യും. ഇതിൽ സ്റ്റാർ ഇല്ലാത്തതിനെ ഒന്ന് കൗണ്ട് ചെയ്തേ. എത്ര കിട്ടും? 8 ആണോ? അല്ല, സ്റ്റാർ ഇല്ലാത്തത് ശരിക്കും നോക്കും. സ്റ്റാർ ഇല്ലാത്തത് 10 കിട്ടിയോ? ശരിക്കും 10. സ്റ്റാർ ഇല്ലാത്ത 10 എങ്ങനെയാണ്? ഇത് കണ്ടോ, ഇത് സ്റ്റാർ ഉണ്ട്, ഇവിടെയും സ്റ്റാർ ഉണ്ട് അല്ലെ. ഇത് 1, ഇത് 2, ഇത് 2, 4, 6, 8, 10 കേട്ടോ. 10 ആണ് എന്ത്? നമ്പർ ഓഫ് ബോണ്ടിങ് ഓർബിറ്റൽ 10. മൈനസ് ആന്റി ബോണ്ടിങ്. ആന്റി ബോണ്ടിങ് എവിടേക്ക് വരുന്നേ ഒന്ന് പറഞ്ഞേ. ആന്റി ബോണ്ടിങ് ഇതല്ലേ സ്റ്റാർ കണ്ടോ, ഓർത്ത് നോക്കുക. സ്റ്റാർ ഇവിടെയും സ്റ്റാർ ഉണ്ട്. അപ്പൊ എത്രയാ? 2 + 2 4. അപ്പൊ 10 - 4/2 എത്ര കിട്ടി? 3. 3 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ട്രിപ്പിൾ ബോണ്ട്. അത് എഴുതണം കേട്ടോ. ട്രിപ്പിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ആന്റി ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഉള്ളത് കേട്ടോ, ഓർത്ത് നോക്കാം. ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഇല്ലാത്തത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നമ്പർ ഓഫ് ബോണ്ടിങ് മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഡിവൈഡഡ് ബൈ 2. ക്ലിയർ ആണോ? അപ്പോ നമുക്ക് ഈ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് ഇവിടെ തൊട്ട് ഇവിടെ വരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഓക്കെ ആയി അല്ലെ. ഓക്കെ, ഇനി അവര് അല്ലെ ഇത് ഒരു കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ചോദിക്കുമ്പോ N2+. N2+ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? N2++ എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ. നെഗറ്റീവ് പോയാൽ നിങ്ങൾ എന്താവും? പോസിറ്റീവ് ആവൂലേ. അതുപോലെ ഓർത്ത് നോക്കുക. ഇലക്ട്രോൺ ലോസ് ഓഫ് ഇലക്ട്രോൺ പോസിറ്റീവ്, അപ്പൊ കാറ്റയോൺ എന്നൊക്കെ പറയുന്നത്. അപ്പൊ N2+ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രോൺ പോയി. അപ്പൊ N2+ എന്ന് പറഞ്ഞാൽ ഇത് എന്തായിരിക്കും? 2 ഇലക്ട്രോൺ പോകണം. അപ്പൊ N2+ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുള്ളൂ? ഇത് 14 - 1 എത്രയായിരിക്കും? 13. അപ്പൊ 13 ആവുമ്പോൾ എന്തായിരിക്കും? അപ്പൊ N2+ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം 13 ഇലക്ട്രോൺ ആണുള്ളത്. 13 ഇലക്ട്രോൺ ആണ് ഓർത്ത് നോക്കാം. 13 ഇലക്ട്രോൺ ആവുമ്പോൾ എന്താ വരും? ഇവിടെ 1 ഇല്ല. ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ N2-ന് ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ കോമൺ ആയിട്ട് കണ്ടോ. അല്ലാതെ ഒരു നൈട്രജന് പ്ലസ് എന്നല്ല പറയുന്നത്. N2+ എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ. N2+ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ. N2 3+ എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺ പോകണം കണ്ടോ. അപ്പൊ N2+ ഇതാണ് എഴുതേണ്ടത് കേട്ടോ, ഓർത്ത് നോക്കുക. അതിന്റെ താഴെ അടുത്ത് എഴുതി വെക്കുക കേട്ടോ. N2+ ഇവിടെ വരെ എഴുതണം. ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? 9 -
4/2. 9 എങ്ങനെയാ വന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുഴപ്പമില്ല. അപ്പൊ എത്ര കിട്ടി? 2.5. വെരി ഗുഡ്. കേട്ടോ, അവിടെ കിട്ടിക്കഴിഞ്ഞു 2.5. ഓർത്ത് നോക്കതേ, ഇവിടെ 1 അല്ലേ ഉള്ളൂ. അപ്പൊ ഇത് മാറില്ലല്ലോ 4 അല്ലേ, ഇവിടെ നിന്നല്ലേ 1 ഇലക്ട്രോൺ പോയി. അപ്പൊ 9 - 4/2. അപ്പൊ N2 പ്ലസ് വന്നാലും അല്ലെ എല്ലാരും നമ്മൾ ഈ ഇലക്ട്രോണിനെ വെച്ച് കൗണ്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ, തെറ്റിക്കരുത്. N2 പ്ലസ് ബോണ്ട് ഓർഡർ എത്രയാ? 2.5. 2 പോയിന്റ് ഉണ്ട് കേട്ടോ. 25 എന്നൊന്ന് എഴുതി വെക്കല്ലേ. 2.5. ക്ലിയർ ആണോ? N2 പ്ലസ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ. പ്ലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് വരുന്ന ഇലക്ട്രോൺ അല്ലെ അവിടുന്ന് പുറത്തുനിന്ന് റിമൂവ് ചെയ്യും. ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അങ്ങനെ വരുന്ന സമയത്ത് അത് എന്താവും? ഇലക്ട്രോൺ കുറഞ്ഞ് 13 ഇലക്ട്രോൺ ആയി മാറി. ഇനി മൈനസ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? ഏത് ചോദിച്ചു മോനെ? കേട്ടില്ല. പാർഷ്യൽ ബോണ്ടാണ്. കേട്ടോ, ഓർത്ത് വെക്കാം. ഫുള്ളി ബോണ്ടാണ് അല്ലെങ്കിൽ സ്ട്രോങ് ആവുള്ളൂ അല്ലെ. പാർഷ്യൽ ബോണ്ടാണ് കേട്ടോ, ഓർത്ത് വെക്കാം. 2.5. ഇനി നമുക്ക് നോക്കാം, ഇത് എഴുതിയോ? ഓക്കെ അല്ലേ? N2 2- അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? N2 2- എന്ന് പറഞ്ഞാൽ N2 എത്ര ഇലക്ട്രോണാ? N2 എത്ര ഇലക്ട്രോൺ ആയിരുന്നു? 14. 2- എന്ന് പറഞ്ഞാൽ എന്ത് വരും? അല്ലെ 16 ആകും അല്ലെ. ഓർത്ത് നോക്കുക, 2 കൂടി ആഡ് ചെയ്യും, 16 ഇലക്ട്രോൺ ആകും കേട്ടോ, ഓർത്ത് നോക്കുക. 2- എന്ന് പറഞ്ഞാൽ 14 + 2 എന്നാണ് 16 ഇലക്ട്രോൺ. 16 ഇലക്ട്രോൺ. അങ്ങ് 16 വെച്ച് വിളിയുമ്പോൾ എവിടം വരെ ആവുന്നു എന്ന് പറഞ്ഞേ തനിയെ. ഇനി ഞാൻ പറഞ്ഞു തരൂല, എവിടം വരെ എത്തണം? അല്ലെ 2px 1 1. 2 ഈക്വൽ അല്ലേ? ഉണ്ടോ? ഈക്വൽ ആണ്. ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇയാൾക്ക് കൊടുത്താ അല്ലെ ഉണ്ടെങ്കിൽ മറ്റേ ആൾക്ക് കൊടുക്കേണ്ടി വരും. 2 ഈക്വൽ ആണ്, ഇങ്ങനെ കൊടുക്കേണ്ടി വരും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ N2 2- ഇതാണ്. എന്തുകൊണ്ടാ? ടോട്ടൽ എത്ര വേണം? 16 കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് ഇവിടെ 2 എന്ന് എഴുതിയിട്ട് ഇവിടെ 0 എന്ന് എഴുതാൻ ഞാൻ എന്തുകൊണ്ടാന്ന് പറഞ്ഞു? ഈക്വൽ ആവില്ല അല്ലെ, ഓർത്ത് നോക്കുക. ഈക്വൽ ആണ് അല്ലെ. ഒരാൾക്ക് എന്താണ് ആക്ച്വലി 2 ഉണ്ടെങ്കിൽ രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ട് 1 1 വെച്ച് കൊടുക്കേണ്ടി വരും അല്ലെ. നോക്കുക, അതുകൊണ്ടാണ് എന്ത് സൈൻ കൊടുക്കുന്നത്? ഈക്വൽ. എനർജി ഈക്വൽ എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. ഓക്കെ, വേറെ അടുത്ത ആറ്റംസ് ഒന്നും ഇവിടെ ഫില്ല് ചെയ്യും വരൂല, അത്രയല്ലേ ഉള്ളൂ. ഒരു ഏത് എവിടം വരെ പഠിക്കാനുള്ളൂ നമുക്ക്? നിയോൺ വരെ. അത് കഴിഞ്ഞ പിന്നെ കാറ്റഗറൈസേഷൻ മാറും. ഇല്ല, പറഞ്ഞ അവിടം വരെയുള്ള എനർജിയുടെ ലെവല്. ഈ ക്ലാസ്സില് അല്ലെ ഒരു 20 ആൾക്കാർ വന്ന് ഫില്ലായി. ഇത് കഴിഞ്ഞ കൂടുതൽ വന്നാൽ എന്ത് ചെയ്യേണ്ടി വരും? അതെ, സെയിം വലിയതിലേക്ക് വരും. അതുപോലെ എന്താണ് 10 വരെയുള്ള ആൾക്കാർക്ക് ഒരേ ഫ്രെയിമാണ്. മനസ്സിലായോ? 10 വരെയുള്ളത് ആൾക്കാരുടെ എനർജി ലെവല് നമുക്ക് പഠിച്ചോളൂ. അതുകൊണ്ടാണ് നമ്മൾ എവിടം വരെ പഠിക്കാനുള്ളൂ? നിയോൺ കേട്ടോ, ഓർത്ത് നോക്കാം. ബോർഡർ എത്ര കിട്ടി? 1 അല്ല, മര്യാദ നോക്കുക കേട്ടോ, ഞാൻ പറഞ്ഞുതരൂല. ബോണ്ട് ഓർഡർ എത്ര കിട്ടി? കിട്ടിയോ? എങ്ങനെ 2 കിട്ടിയേ? ഇതിന്റെ ഒരു കഥ 2 കിട്ടിയില്ലേ? കുഴപ്പമില്ല. ഇവിടെ നോക്ക്, 10 ബോണ്ടിങ് കിട്ടിയോ? ആന്റി ബോണ്ടിങ് എത്ര വന്നിട്ടുണ്ട്? സ്റ്റാർ അല്ലേ? അപ്പൊ എത്ര കിട്ടും? 6. 10 - 6/2 4/2 2 കേട്ടോ, നോക്കാം. അപ്പോ ഇവിടെ വരുന്നത് 10 - 6/2 ആണ്. അപ്പൊ കിട്ടുന്നതാണ് നിങ്ങൾക്ക് 4/2. 4/2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 2. ഇനി ചോദ്യം ഇതാണ്, N2 അല്ലെ, ഓർത്ത് നോക്കുക. N2 പ്ലസ് N2 2- കേട്ടോ, ഓർത്ത് നോക്കുക. ഇത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റിയിൽ എഴുതാൻ പറഞ്ഞാൽ ഏതായിരിക്കും ഹയസ്റ്റ് സ്റ്റേബിൾ?
നമ്മൾ പഠിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി എന്താണ്? ബോണ്ട് ഓർഡർ ഇൻക്രീസസ്, സ്റ്റെബിലിറ്റി ഇൻക്രീസസ്. കേട്ടോ ഓർത്തോ. അപ്പൊ താഴെ എഴുതി വെച്ചേ സ്റ്റെബിലിറ്റി ഓർഡർ ഏതായിരിക്കും? ഏറ്റവും ഹയസ്റ്റ് N2. സ്റ്റെബിലിറ്റി ഓർഡർ N2 ഹയർ ദാൻ. എന്തുകൊണ്ടാ? അതില് 3 ആണ് ബോണ്ട് ഓർഡർ അല്ലെ? ബോണ്ട് ഓർഡർ 3. അത് കഴിഞ്ഞിട്ട് എന്താ വരും? N2 പ്ലസ്. എത്രയാ ബോണ്ട് ഓർഡർ വന്നത്? 2.5. അത് കഴിഞ്ഞ് എന്ത് വരും? N2 2 മൈനസ്. കേട്ടോ ഓർത്ത് നോക്കാം. ബോണ്ട് ഓർഡർ 2 കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ ഇത് ഫില്ല് ചെയ്യണം ഇതുപോലെ. കേട്ടോ ഓർത്ത് നോക്കാം. ഇനി ഇതിൽ ആരൊക്കെയാണ് പാരാമാഗ്നറ്റിക്, ആരൊക്കെയാണ് ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞു? N2 എന്തായിരുന്നു? N2 ഡയാമാഗ്നറ്റിക്. എന്തുകൊണ്ടാ? 2pZ2 അല്ലേ കിട്ടുന്നേ? ഡയ. കേട്ടോ ഓർത്ത് നോക്കാം. ഡയാമാഗ്നറ്റിക്. ഇനി N2 പ്ലസ് എന്തായിരുന്നു? പാരാമാഗ്നറ്റിക്. N2 2 മൈനസ് എന്തായിരുന്നു? പാരാമാഗ്നറ്റിക്. ദേ ഇവിടെ 1 വന്ന പാരാ അൺപെയ്ഡ്. കേട്ടോ അതും കൂടി എഴുതണം കേട്ടോ. ഒന്ന് എഴുതാം കേട്ടോ. ചോദ്യമുണ്ട്. ഇതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഓക്സിജന്റെ ചോദിക്കുന്നതാണ് ടെക്സ്റ്റ് ബുക്കില്. ഏറ്റവും ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അതാണ്. കേട്ടോ ഓർത്തോക്ക. ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. കേട്ടോ ഓർത്തോക്ക. അത് കൂടി ക്ലിയർ ആവും. ഇപ്പൊ നിങ്ങൾ പഠിച്ച ഏതൊക്കെയായിരുന്നു? ബോറോൺ, കാർബൺ, നൈട്രജൻ. ക്ലിയർ ആണോ? ഈ പഠിച്ചതില് ഇനി നമ്മൾ ഒന്ന് ഓൾട്ടർനേറ്റീവ് വരാം സംഭവമാണ്. ഒരു ചെറിയൊരു ചേഞ്ച് വരാണ് അടുത്തത്. കേട്ടോ ഓർത്ത് നോക്കാം. നെക്സ്റ്റ് എഴുതി വെക്കുക. ഫോർമേഷൻ ഓഫ് അടുത്ത ഹെഡിങ് ആണ് കേട്ടോ. ഫോർമേഷൻ ഓഫ് എലമെന്റുകൾ എഴുതാൻ പോകുന്നത്. ഈ 3 കഴിഞ്ഞാൽ പിന്നെ ആറ്റമിക് നമ്പർ ഏതൊക്കെയാ വരുന്നത്? ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. കേട്ടോ ഓർത്ത് നോക്കാം. ഫോർമേഷൻ ഓഫ് എനർജി ലെവൽ ഡയഗ്രാം. ഫോർമേഷൻ ഓഫ് എനർജി ലെവൽ ഡയഗ്രാം of molecule of O2, F2, പറഞ്ഞുകൂടിയുണ്ട് Ne2. എന്തായിരുന്നു? Ne2. O2, F2, Ne2. Ne2 എന്ന് പറഞ്ഞ എന്താ? നിയോൺ. ഈ 3 ആൾക്കാർക്ക് പഠിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. ഇതുണ്ടല്ലോ, ഇത് രണ്ടും ഫ്ലിപ്പ് ആവും. ഫ്ലിപ്പ് ആവാന്ന് പറഞ്ഞ എന്തായിരിക്കും? ഫ്ലിപ്പ് ചെയ്യാന്ന് പറയുമ്പോ അത് ഒരെണ്ണം മുകളിലേക്കും ഇതും താഴേക്കും ഫ്ലിപ്പ് ആവും. പേരൊക്കെ അതുപോലെ തന്നെയാണ്. എനർജിയിൽ ചെറുതായിട്ട് വ്യത്യാസം വരും. ഇനി എഴുതുമ്പോ മാറിപ്പോകരുത്. മാറിക്കഴിഞ്ഞാൽ എല്ലാം തെറ്റും. കേട്ടോ അതുകൊണ്ടാണ് ഒരെണ്ണം ഉറപ്പിച്ച് പഠിപ്പിച്ചു. ഇതിങ്ങനെ ഫ്ലിപ്പ് ആവുന്നു മൈൻഡിൽ കൊണ്ടുവരും. ഇതിന്റെ പേര് എന്തൊക്കെ തന്നെയാണ്? സിഗ്മ 2pZ. കേട്ടോ ഓർത്തോ. ഇതെന്തായിരുന്നു? പൈ 2px ഈക്വൽ ടു പൈ 2py. ഏതാ? മുകളിലൊന്നുമില്ല, ഇവിടെ മാത്രം. അതാണ് അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം. എനർജിയില് മനസ്സിലായ? എനർജിയില് മനസ്സിലായി. നിയോൺ മാത്രമേ ഉള്ളൂ. ബാക്കി 3നും നമ്മള് നേരത്തെ പഠിച്ചത്. കണ്ടോ ഓർത്തോക്കെ. ആ ബാക്കി 3 എഴുതി. ഇനി ഈ 3 എഴുതുമ്പോ എനർജി ലെവലിൽ എഴുതുമ്പോ എന്ത് വരും? ഇവിടെ മാത്രം ക്ലിയർ ആവും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിച്ചേക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എവിടെ വെച്ചാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇതിന് മാത്രം ഇത് ഫ്രണ്ടിൽ എഴുതും, ഇപ്പുറത്ത് എഴുതും. അപ്പൊ ഒരെണ്ണം നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് മറ്റേത് കമ്പയർ ചെയ്ത് പഠിക്കുക. രണ്ടും കൂടി വെറുതെ ഇങ്ങനെ കാണാതെ പറഞ്ഞ് തെറ്റിച്ചോളരുത്. അപ്പൊ എന്താ പഠിച്ചേക്കുന്നത്? നേരത്തെ നിങ്ങൾ എല്ലാവരും കൊണ്ടും പറയിപ്പിച്ചില്ലേ? അങ്ങനെ പറയിപ്പിച്ചത് നന്നായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫ്ലിപ്പ് പോലെ ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. അപ്പൊ എവിടെ ചേഞ്ച് വരാൻ പോണേ? ഇനി എവിടെ ചേഞ്ച് വരാൻ പോണേ? കേട്ടോ ഓർത്ത് വെക്കാം. ഓക്കെ. നോക്കിയേ, ഞാൻ ഇതിൽ മാത്രം മാറ്റും. കേട്ടോ ഓർത്ത് വെക്കാം. അതെ, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ പഠിപ്പിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞു. എന്താ ചെയ്യുന്നത്? അല്ലെ, ഇത് എഴുതി നോക്കും, എന്നിട്ട് അതിലേക്ക് ഫില്ല് ചെയ്യും. ആ രീതിയിലാണ് ചെയ്തേ. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യുന്നത് സിഗ്മ 2pZ. അല്ലെ, ഇവിടെ എന്ത് എഴുതാം? പൈ 2px ഈക്വൽ ടു പൈ 2py. ഓർത്ത് നോക്കാം. കേട്ടോ, ഓർഡറിൽ ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഓർത്ത് നോക്കുക. ഒരേ സമയത്ത് തന്നെ ഞാനിത് എല്ലാവരും കൂടി പറയിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് തന്ന് വീട്ടിലോട്ട് വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് പഠിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒക്കെ കൂടി അങ്ങോട്ട് മിക്സ് ആകും. ദൈവമേ, ഇത് അവിടെ, ഇത് ഇവിടെ. കേട്ടോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബോറാണ്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമാണ്. കേട്ടോ ഓർത്ത് നോക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കേട്ടോ, തനിയെ എഴുതി നോക്കാം. അടുത്ത ഹെഡിങ് എന്തായിരിക്കും? അപ്പോ O2 എന്ന് പറയുമ്പോൾ എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് പറഞ്ഞേ? O2 എത്രയാ? ആറ്റമിക് നമ്പർ 8. 2 ഓക്സിജൻ വരുമ്പോൾ എത്രയാവും? 16. കണ്ടോ ഓർത്ത് നോക്കാം. എത്രയായിരിക്കും? 16.
അപ്പൊ O2 16 ഇലക്ട്രോൺ. ആ 16 ഇലക്ട്രോൺ എങ്ങനെ എനർജിയിൽ ഇരിക്കുന്നു? അപ്പൊ ഒന്ന് ഫില്ല് ചെയ്തേ നിങ്ങൾ. ഇത് വരച്ചിട്ട് കേട്ടോ, വരച്ചിട്ട് അവിടെ വരെ ഫില്ല് ചെയ്യാം. അപ്പൊ σ1s2 എഴുതണോട്ടോ എല്ലാവരും. O2 MOT അല്ലെങ്കിൽ എനർജി ലെവൽ ഡയഗ്രാം ഓഫ് ഓക്സിജൻ മോളിക്യൂൾ. O2 1s2 2s2 σ2s2. ഇനി എൻട്രൻസ് പഠിക്കുന്ന കുട്ടികൾ ഇതൊക്കെ ഒന്നും ഞങ്ങളൊന്നും വരക്കാറില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, O2 പ്ലസ് ഡയാമാഗ്നറ്റിക്. O2 പ്ലസ് അതായിരിക്കും ബന്ധം കേട്ടോ. ഓപ്ഷനിൽ ഡയാമാഗ്നറ്റിക് കോമ ബോണ്ട് ഓർഡർ ഇതായിരിക്കും മിക്കതും ഉണ്ടാവുക. ഡയാമാഗ്നറ്റിക് ഉണ്ടാവും, ഡയാമാഗ്നറ്റിക് ദെൻ ബോണ്ട് ഓർഡർ 2, ദെൻ പാരാമാഗ്നറ്റിക് ബോണ്ട് ഓർഡർ 3 അടുത്ത ഓപ്ഷൻ. അങ്ങനെ അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മളൊക്കെ ഓർത്ത് വെച്ചേക്കുന്ന ഒരു ട്രിക്ക് പറഞ്ഞുതരാം. 14 നമ്പർ എത്രയാ? 14. 14 വന്നത് ഇവിടെ വരെ ഫില്ലാവും. ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. 14 വരെ വന്നാൽ ഇവിടെ വരെ ഫില്ലാവും, ഇവിടെ വരെ ഫില്ലാവും. 14 എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ ഫില്ലാവുന്നതാണ്. മനസ്സിലായി? 14 വന്നാൽ അത് അവിടെ വരെ ഫില്ലാകും. അത് നോർമലി എന്തായിരിക്കും? ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പൊ 14 ആർക്കൊക്കെ ഉണ്ട്? N2 നൈട്രജൻ അല്ലെ 14 വരും. അതുപോലെ O2 2+ ഉണ്ടോ? O2 2+, O2 എന്ന് പറഞ്ഞാൽ 16 അല്ലേ, 2+ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? അങ്ങനെയൊക്കെ നമ്മൾ ഓർത്ത് നോക്കും. അപ്പൊ നമ്മൾ ഇത് എഴുതില്ല. അപ്പൊ N2 വെച്ചിട്ട് അല്ലെങ്കിൽ N2 അല്ലെങ്കിൽ 14 വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കാം. 14. ഇനി ശ്രദ്ധിക്കുക, N2+, അപ്പൊ തന്നെ പാരാമാഗ്നറ്റിക്ക. കാരണം ഒരു ഇലക്ട്രോൺ ഒക്കെ പോയി കഴിഞ്ഞാൽ പാരാമാഗ്നറ്റിക്ക. മനസ്സിലാവും എന്ന് പറഞ്ഞാൽ 14 ആണ്. അപ്പൊ ഓർത്ത് നോക്കാം, 14 വന്നാൽ എന്തായിരിക്കും? അത് ഡയാമാഗ്നറ്റിക് ആണ്. എവിടെയും വരെ വരും? ഉണ്ടോ? ഇവിടെ കറക്റ്റ് മിഡിലാണ്. ഉണ്ടോ? ഇത് ഇവിടെ ആണെങ്കിൽ ഇത് ഇവിടെ വരെ ഉണ്ടോ? ഓർത്ത് നോക്കാം. ഇവിടെ വരെ ഫില്ലായ എന്താവും? 14 ആണ്. ഇനി 16 എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ 2 എണ്ണം വരും. അപ്പൊ നമ്മൾ പിന്നെ നോക്കണേ എങ്ങനെയാന്ന് പറയാം. O2 കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 വന്നാൽ എന്തായിരിക്കും? പാരാമാഗ്നറ്റിക്. 16 വന്നാൽ എന്തായിരിക്കും? പാരാമാഗ്നറ്റിക്. 17 വന്നാൽ എന്തായിരിക്കും? പാരാമാഗ്നറ്റിക്. 18 വന്നാൽ ഡയാമാഗ്നറ്റിക്. അങ്ങനെ ഓർത്ത് വെക്കും. അങ്ങനെ 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 പഠിക്കുന്ന മെത്തേഡാണ് ആക്ച്വലി എൻട്രൻസിൽ നമ്മൾ കൊണ്ടുപോകുക. അപ്പൊ ഇതൊന്നും വരക്ക് പോലും ചെയ്യില്ല കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു 10 സെക്കൻഡ് കൊണ്ടൊക്കെ ഈ ആൻസേഴ്സ് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. ഇതിലെ ടോപ്പ് ക്വസ്റ്റ്യൻസുകൾ ആ ടൈപ്പാണ് ആക്ച്വലി. അതൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ N2 ഒക്കെ വരുന്നത്. അപ്പോ നിങ്ങൾ സ്കൂളിൽ വരുമ്പോൾ ഇതൊക്കെ വരച്ച് തന്നെ ചെയ്യണം ഇതുവരെ. ഇനി ഇത് പറഞ്ഞ് ഇതിന്റെ ബോണ്ട് ഓർഡർ എത്ര കിട്ടി? വീണ്ടും തെറ്റിക്കുന്നുണ്ട്. എത്ര കിട്ടി? ശരിക്കും നോക്കിട്ട് പോവാം. ഞാൻ വന്ന് നോക്കട്ടെ. 2 ആണ്. 2 കിട്ടിയതാണോ? ശരിയല്ലേ? എത്ര മൈനസ് എത്ര? ആ നേരത്തെ വന്നതിന്റെ അതേ ആൻസർ അല്ലേ? കിട്ടിയാ? നോക്കി. സ്റ്റാർ ഇല്ലാത്ത ആൾക്കാരൊന്ന് പിടിച്ചാൽ മതി കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങളെ ഞാനൊക്കെ ചെയ്യുന്നത് എന്താണെന്നറിയോ? സ്റ്റാർ ഉള്ളതിനെ ആദ്യം പിടിച്ച് മാറ്റി കളയും, എന്നിട്ട് ബാക്കി കൊണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. കിട്ടിയോ? ഇല്ല ഇല്ല, ഇവിടം വരെ എഴുതിയാൽ മതി. ഇവിടം വരെ മതി, അത്ര മതി കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി അടുത്ത ഏതായിരിക്കും? അപ്പോ O2 കഴിഞ്ഞാ F2 എടുത്തോ. F2 എല്ലാം എഴുതിപ്പിച്ചേക്കാം. ഇനി O2 കഴിഞ്ഞാൽ പിന്നെ F2 എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺ വരും? ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ പറ. 9 into 2 അല്ലേ? ഓർത്ത് നോക്കാം. എത്രയാ? 18 ഇലക്ട്രോൺ. എങ്ങനെ കിട്ടിയെന്നൊക്കെ അറിയണോട്ടോ. 18 ഇലക്ട്രോൺ. 18 വരുമ്പോ എങ്ങനെ ഫില്ലാവും? ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? ഇനി ഇത് പാരാമാഗ്നറ്റിക് ആണോ ഡയമാഗ്നറ്റിക് ആണോ? ബോണ്ട് ഓർഡർ എത്ര മൈനസ് എത്ര എന്ന് പറയണം കേട്ടോ. 10 -
8 കിട്ടുന്നുണ്ടോ? 8 കിട്ടിയോ? 8 കിട്ടിയോ? പാരാമാഗ്നറ്റിക് ആണോ ഡയമാഗ്നറ്റിക് ആണോ? കിട്ടിയോ? ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ. നോക്കാം, സമയം എടുത്ത് ചെയ്താൽ മതി കേട്ടോ. ഓർത്ത് നോക്കാം. കിട്ടിയോ? ബാക്കിൽ നിങ്ങൾക്ക് കിട്ടിയോ? 1 കിട്ടിയോ? എനർജി ലെവൽ ഡയഗ്രം നേരത്തെ വെച്ചിട്ടില്ലേ? വേണം കേട്ടോ. അതിലേക്ക് മനസ്സിലാവില്ല പിന്നീട് കേട്ടോ. ഉണ്ടല്ലോ അതിനകത്ത്. മൈനസ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ വരില്ലേ മോനെ. അപ്പോൾ നമ്മൾ N2 എത്രയാണെന്ന് ആദ്യം ആലോചിക്കുക. എത്രയാണ്? 40. മൈനസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വരിക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വന്നു എന്നാണ് മീനിങ്. അപ്പോൾ ഒരെണ്ണം കൂടി കൂട്ടുക, 15. ആ 15 വെച്ചാണ് ഫില്ല് ചെയ്യുക. ഇല്ല മോനെ, സാധാ ഫില്ല് ചെയ്യണ പോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഇവിടെ എത്ര എത്തിയപ്പോൾ എത്രയായി? 14 ആയി. ഇനി ഒരെണ്ണം കൂടിയല്ലേ ഉള്ളൂ. അപ്പൊ ഇത് ഇവിടെ ഫില്ല് ചെയ്യാം. ഇയാൾക്കില്ല, വേണ്ട. അത്രേ ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്കുക. 2 എണ്ണം ഉണ്ടെങ്കിൽ ഈക്വൽ ആയിട്ട് മനസ്സിലായി. ഓർത്ത് നോക്കുക. രണ്ടുപേരും എനർജിയിൽ ഈക്വൽ ആണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്റെ സ്റ്റുഡൻസ് ആണ്. ഈക്വൽ ആയിട്ടാണ് ഞാൻ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ എന്റെ ഒരു ആകെ ഒരു മിഠായി ഉള്ളൂ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ ഞാൻ ചോദിക്കും അല്ലെ, ഇയാൾക്ക് കൊടുത്തോട്ടെ എന്ന് ചോദിക്കും. അല്ല, വേറെ ഓപ്ഷൻ ഇല്ല, അയാൾക്ക് കൊടുക്കും. 2 എണ്ണം ഉണ്ടായിട്ടും ഞാൻ ഇയാൾക്ക് 2 എണ്ണം കൊടുത്താൽ അല്ലെ, അത് ശരിയാവില്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും? 2 എണ്ണം ഉണ്ടെങ്കിൽ 1 1, അത് കഴിഞ്ഞ് 3 ഉണ്ടെങ്കിൽ ഒരെണ്ണം ഇവിടെ, അങ്ങനെ ആ രീതിയിൽ ഫില്ല് ചെയ്തു കേട്ടോ. ഓർത്ത് നോക്കാം. ചോദിക്കണോട്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. ഓർത്ത് നോക്കാം. ക്ലിയർ ആണോ? ഇനി നിയോണിന്റെ കാര്യം എഴുതുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? 10 വന്നാൽ ഇവിടെ ഫില്ലാവും. ഇത് അല്ലെ, ഇവിടെ വരെ ഫില്ലാവും. അങ്ങനെയാണെങ്കിൽ ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? ബോണ്ട് ഓർഡർ എത്ര ആയിരിക്കും? 0 അല്ലെ. ബോണ്ട് ഓർഡർ 0. ബോണ്ട് ഓർഡർ 0 എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ബോണ്ട് ഇല്ല, സിംഗിൾ ബോണ്ട് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അവര് മോണോ ആറ്റമിക് ആണ്. എന്താണ് എന്റെ മീനിങ്? മോണോ ആറ്റമിക്. അപ്പൊ ബോണ്ട് ഓർഡർ 0 ആർക്കൊക്കെ വരാം? ഇവിടെ ശ്രദ്ധിച്ചേ. ഇവിടെ ഹൈഡ്രജൻ ആറ്റമിക് നമ്പർ എത്രയാ? 1 1 അല്ലെ. ഓർത്ത് നോക്കാം. അങ്ങനെ വരുമ്പോ ഹൈഡ്രജൻ ഇവിടെ മാത്രമേ ഫിൽ ആവുള്ളൂ. ഹീലിയം എന്ത് വരും? 2 2 2 4 ഇവിടെ ഫിൽ ആവും. അപ്പൊ ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? 0. നോബിൾ ഗ്യാസ് എല്ലാം എന്തായിരിക്കും? ബോണ്ട് ഓർഡർ 0. കാരണം എന്തായിരിക്കും അല്ലെ? ഇത് എല്ലാം ഫിൽ ആയിരിക്കൂലേ. ഓർത്ത് നോക്കാം. അതുപോലെ ഇവിടെ ആറ്റമിക് നമ്പർ 4 എന്താണ്? ആറ്റമിക് നമ്പർ 4 എത്രയാ? പറ. 4 പറയില്ലേ? ആറ്റമിക് നമ്പർ 4 എത്രയാണ്? ബെർലിയം. ബെർലിയം ആവുമ്പോ എവിടെ വരെ ഫിൽ ആവും? ഇവിടം വരെ അല്ലെ. ഓർത്ത് നോക്കാം. ബെർലിയം എന്ന് പറഞ്ഞാൽ എന്താ? 1s2 2s2. ഇത് എഴുതണോ? ബെർലിയം ചോദിച്ചാ നിങ്ങളുടെ അടുത്ത് ഹൈഡ്രജൻ ആയിരിക്കും ചോദിക്കണം. അപ്പൊ ഇത് മുകളിലോട്ടുള്ള എഴുതണോ? വേണ്ട, ചെറുതൊക്കെ ചോദിക്കും കേട്ടോ. ഹൈഡ്രജൻ ചോദിച്ചാൽ എവിടം വരെ എഴുതിയാൽ മതി? ഇത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഓർത്ത് നോക്കാം. ഹീലിയം ചോദിച്ചാൽ ഇവിടം വരെ എഴുതിയാൽ മതി അല്ലെ. ഇനി ബെർലിയം വരുമ്പോൾ ഇവിടെ വരെ ഫിൽ ആവും. അപ്പോഴും എന്തായിരിക്കും? ബോണ്ട് ഓർഡർ 0. ബോണ്ട് ഓർഡർ 0 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? സിംഗിൾ ബോണ്ടിങ്, മോണോ ആറ്റമിക് കേട്ടോ. ഓർത്ത് നോക്കാം. സിംഗിൾ ബോണ്ട് ഇല്ല, മോണോ ആറ്റമിക് കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ ഓർത്ത് വെച്ചേക്കണം. അപ്പോ അത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ടോപ്പിക്കിൽ വരുന്നുള്ളൂ. ഇനി ഇതിന്റെ കണ്ടീഷൻസുകൾ എഴുതാനുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. ഇതാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിന്റെ കണ്ടീഷനും പിന്നെ ഒരു ഹൈഡ്രജൻ ബോണ്ടും ആണ് നമുക്ക് എഴുതാനുള്ളത് കേട്ടോ. ഓർത്ത് നോക്കാം. ഒന്ന് എഴുതി വെച്ചു. condition for the combination of atomic orbital. Condition for the combination of atomic orbital. 3 conditions ആണ്. ആ കണ്ടീഷൻസ് കാണാതെ പഠിക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, condition for the combination of atomic orbital. അണ്ടർലൈൻ ചെയ്യുക. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ 1 കേട്ടോ. The combining atomic orbitals
must have the same or nearly the same energy. Same or nearly the same energy. The combining atomic orbital must have the same or nearly the same energy. Nearly the same energy. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ എസും എസും ഏകദേശം എന്തായിരിക്കണം? സെയിം എനർജി ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. കോമ്പിനേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ വേണം? സെയിം എനർജി ഉള്ളത് തമ്മിൽ കമ്പൈൻ ചെയ്യണം. കണ്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ ചെയ്ത് നോക്കിയേ, 2s-ഉം 2pയും ചെയ്യുന്നുണ്ടോ? ഇല്ല. കണ്ടോ, അങ്ങനെയാണ് ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് എഴുതി വെക്കാം. The combining atomic orbital, സെക്കൻഡ് കേട്ടോ, അടുത്ത ലൈനിൽ, നെക്സ്റ്റ് ലൈനിൽ എഴുതണം കേട്ടോ. The combining atomic orbitals must have the same symmetry, about the molecular axis. സെയിം സിമെട്രി ഷേപ്പ് ആണ് അല്ലെ? about the molecular axis. എസിന്റെ ഷേപ്പ് എന്താണ്? എസിന്റെ ഷേപ്പ് സ്പെറിക്കൽ. പിയുടെ ഷേപ്പ് എന്താ? ഡംബൽ. കണ്ടോ, ഓർത്ത് നോക്കുക. അവര് തമ്മിൽ ഏകദേശം എന്താണ്? സിമെട്രി അല്ലെങ്കിൽ ഷേപ്പ് ഒക്കെ ഒരേപോലെയാണ്. കണ്ടോ, ഓർത്ത് നോക്കുക. അതാണ് പറയുന്നത്. ഇനി തേർഡ് പോയിന്റ്, the combining atomic orbitals must overlap to the maximum extent. Must overlap to the maximum extent. The combining atomic orbitals must overlap to the maximum extent. നമ്മൾ പറഞ്ഞു സിഗ്മ ബോണ്ട് ഓർ പൈ ബോണ്ട്, which is more strong and why? സിഗ്മ ബോണ്ട് എങ്ങനെയാ ഓവർലാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെ? കൂടുതൽ നല്ല എങ്ങനെയായിരിക്കും? സ്ട്രോങ് ആണ്. അല്ലാതെ ഇങ്ങനെയാണോ പിടിക്കുന്നത്? അല്ല. അപ്പൊ എക്സ്റ്റൻഷൻ കൂടുന്തോറും, ഓവർലാപ്പ് കൂടുന്തോറും സ്ട്രെങ്ത് എന്ത് ചെയ്യും? കൂടും. ഇനി പൈ ബോണ്ട് എങ്ങനെയാ വരികയെന്ന് പറഞ്ഞേ അല്ലെ? വെറുതെ ഇങ്ങനെ പാരലാണ്, വളരെ ഷോർട്ട് ആണ് ആക്ച്വലി വരുന്നത്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് പറയണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെ മറക്കരുത്, ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ അതാണ് സ്റ്റേറ്റ്മെന്റ്. 3 പോയിന്റ് ആണ് അല്ലെ? 3 പോയിന്റ് സിമ്പിൾ ആണ്, ഓർത്ത് നോക്കുക. അത് ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻ ആണ് ഇപ്പൊ എഴുതിയത് കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ്. ലാസ്റ്റ് ടോപ്പിക് ആണ് കേട്ടോ, ഹൈഡ്രജൻ ബോണ്ടിങ്. അണ്ടർലൈൻ ചെയ്യാം. ഈ ടോപ്പിക്കാണ് ലാസ്റ്റ് ടോപ്പിക് ഈ ചാപ്റ്ററില. ഹൈഡ്രജൻ ബോണ്ട് ക്യാൻ ബി ഡിഫൈൻ ആസ് ദി attractive force which binds hydrogen atom of one molecule with the electronegative atom ബ്രാക്കറ്റില് ഫ്ലൂറിൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. 3 അതാണ് കേട്ടോ. എഫ് കോമ ഫ്ലൂറിൻ, ഓക്സിജൻ ഓർ നൈട്രജൻ വിത്തിൻ ബ്രാക്കറ്റിൽ കേട്ടോ. അപ്പൊ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആരൊക്കെയാണ് എന്ന് പറഞ്ഞ്? ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കേട്ടോ. ഓഫ് അനദർ മോളിക്യൂൾ
ആദ്യം നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിന്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. ഇനി ഹൈഡ്രജൻ ബോണ്ട് രണ്ടെണ്ണം ഉണ്ട് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം, സബ് ഹെഡിങ് എഴുതി വെക്കുക. ടു ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ട്, ടു ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ട്, ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട് ആണ്. അതിൽ ടു ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ട്. ഫസ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഹൈഡ്രജൻ ബോണ്ട് ടു ടൈപ്പ് ആണ്. അതിൽ ഏതൊക്കെയാ വരുന്നത്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. അതിന്റെ ഡെഫിനിഷൻ എഴുതി വെക്കുക. ഇറ്റ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ, ഇറ്റ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് മോളിക്യൂൾ, it is formed between two different molecule of the same or different compound, of the same or different compound, of the same or different compound. For example കേട്ടോ, HF മോളിക്യൂൾ, HF ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, കോമ വാട്ടർ H2O മോളിക്യൂൾ, കോമ ആൽക്കഹോൾ മോളിക്യൂൾ എക്സെട്ര. ആൽക്കഹോൾ COH അല്ല, അത് കാർബോക്സ്, CH3 CH2OH അല്ലെങ്കിൽ CH3OH ആൽക്കഹോൾ കേട്ടോ. OH വരുന്ന ആൽക്കഹോൾ കേട്ടോ, ആൽക്കഹോൾ കേട്ടോ മോളിക്യൂൾ, വാട്ടർ മോളിക്യൂൾ, HF മോളിക്യൂൾ. ഇതാണ് എന്തിൽ വരുന്നത്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് വരുന്നത് കേട്ടോ, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് വരുന്നത് കേട്ടോ. അടുത്ത ഹെഡിങ് എഴുതി വെക്കാം, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്, ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്, INTRA സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക കേട്ടോ, INTRA ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്, INTRA ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് അണ്ടർലൈൻ ചെയ്യാം. It is formed when hydrogen atom it is formed when hydrogen atom is in between the highly electronegative atom, highly electronegative atoms present within the same molecule, electronegative atoms present within the same molecule, present within the same molecule, present within the same molecule. അവിടെ വിത്തിൻ ദ സെയിം അത് അണ്ടർലൈൻ ചെയ്യാം, വിത്തിൻ ദ സെയിം ഓർത്ത് വെക്കാം. ഇനി ഇന്റർൽ ഇതിനു മുമ്പ് എഴുതിയേക്കുന്നതിൽ എഴുതി വെക്കുക ബിറ്റ്വീൻ ടു ഡിഫറെന്റ് മോളിക്യൂൾ ഉണ്ടോ, ബിറ്റ്വീൻ എന്നുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്യാം, ബിറ്റ്വീൻ ടു ഡിഫറെന്റ് മോളിക്യൂൾ, ബിറ്റ്വീൻ ടു ഡിഫറെന്റ് മോളിക്യൂൾ കേട്ടോ ഓർത്ത് വെക്കാം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ വേർഡൊക്കെ എഴുതി, ഇനി എന്താണ് ഇത് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞു വെക്കണം, അതിന്റെ റിലവൻസ് പറയണം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് നമ്മൾ വേർഡ് ആയിട്ടൊക്കെ നമ്മൾ എഴുതി വളരെ ക്ലിയർ ആയി. പക്ഷെ ഇതെന്തിനു പഠിക്കുന്നു, എന്താണ് പർപ്പസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്, ആ ചാപ്റ്റർ നിങ്ങൾക്ക് ഡിലീറ്റഡ് ആയി പോയി, സ്ട്രക്ചർ ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നാണ് അതിന്റെ പേര്. ആ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ വലിയൊരു ഹെഡിങ് ഉണ്ട്, വാണ്ടർവാൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ വാണ്ടർവാൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ അത് ഈ ഒരു ടോപ്പിക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതില്ല ഇപ്പോ. പക്ഷെ അടുത്ത വർഷം നിങ്ങൾക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഓർഗാനിക് കെമിസ്ട്രിയിൽ 4 ചാപ്റ്റർ ഉണ്ട്. ആ 4 ചാപ്റ്ററിലും ഇപ്പൊ പഠിച്ച കാര്യം കയറി വരും, അതുകൊണ്ട് ഓർത്തു വെക്കണം. ഇനി ഇവിടെ പഠിച്ചേക്കുന്ന അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വർഷം ചോദിക്കും. അപ്പോഴും ഇതാണ് റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത് ഈ ടോപ്പിക്. ഈ ടോപ്പിക് ഇവിടെ ചെറുതാണെങ്കിലും അതിന്റെ ക്വസ്റ്റ്യൻസ് വളരെ വെറൈറ്റിയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഓർത്തു വെക്കുക ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് കേട്ടോ, ഓർത്തു വെക്കുക. വാട്ടർ ആണ് എക്സാമ്പിൾ പറയുന്നത്. ഒരു വാട്ടർ നോക്കിയത് ഓക്സിജൻ, ഇതാണ് ഒരു വാട്ടർ. ഇത് ഇങ്ങനെ മനസ്സിൽ ഇമാജിൻ ചെയ്യുക, ഒരു വാട്ടർ. ഓക്കെ അല്ലേ? ഈ ഓക്സിജനും എച്ചും തമ്മിലുള്ള ബോണ്ടിനെ വിളിക്കുന്ന പേര് കോവാലന്റ് ബോണ്ട് എന്നാണ്. എന്താണ്? കോവാലന്റ് ബോണ്ട്. ഷെയറിംഗ് ആണ്, വളരെ സ്ട്രോങ് ആണ് ആക്ച്വലി.
ഈ വാട്ടർ എങ്ങനെ ഇരിക്കുകയാണ്? അടുത്ത വാട്ടർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് അടുത്ത വാട്ടർ. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓക്സിജൻ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈലി ഇലക്ട്രോ നെഗറ്റീവ്. ഇലക്ട്രോൺ എന്ത് വരും അല്ലെ, പുറത്തോക്ക് റിച്ച് ആയിട്ട് നിൽക്കുന്ന ആളാണ്. അത് ഈ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ അട്രാക്ട് ചെയ്യും. ഇപ്പൊ ഈ റെഡിൽ വരച്ചേക്കുന്നതാണ് എന്ത്? ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടോ? H2 എന്ന് പറഞ്ഞ ഈ എച്ചിനെ ആരെ അട്രാക്ട് ചെയ്യും? ഈ ഓക്സിജൻ. ഈ എച്ചിനെയും ഈ ഓക്സിജൻ അട്രാക്ട് ചെയ്യും. ഈ വേറെ വാട്ടർ ഉണ്ട്, അതിനെയൊക്കെ അട്രാക്ട് ചെയ്യും. അതുകൊണ്ടാണ് വാട്ടർ സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് അല്ലെ. നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊരു ഐസ് അല്ലെ, എന്റെ ഐസ് ഒക്കെ ആയി നിൽക്കുന്ന നല്ല തണുത്ത വെള്ളം ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അതിന്റെ പുറത്ത് വെള്ളം വരൂലേ, അത് എവിടെ നിന്ന് വരും എന്ന് പറഞ്ഞാൽ ഒരു കുപ്പിയില് നല്ല തണുത്ത വെള്ളം കൊണ്ടുവന്ന് വെച്ചാൽ ആ കുപ്പിയുടെ ചുറ്റും വെള്ളം ഇങ്ങനെ വരില്ലേ, അതെങ്ങനെ വരുന്നതെന്ന് എന്ന് പറഞ്ഞാൽ ആ വെള്ളം എവിടെ നിന്ന് വന്നു? ബോട്ടിലിന്റെ അകത്തുനിന്നാണോ? അല്ല, നമ്മുടെ ഈ എയറില് എന്തുണ്ട്? എയറിൽ വാട്ടർ ഉണ്ട് അല്ലെ, പുറത്തു നോക്കാം. ആ വാട്ടർ എന്ത് ചെയ്യും? തണുപ്പ് അല്ലെ, തണുപ്പ് വരുമ്പോ എന്ത് വരും അല്ലെ? കൂളായിട്ട് അട്രാക്ഷൻ ഒക്കെ കൂടി കണ്ടൻസേഷൻ എന്നൊക്കെ പറഞ്ഞ അല്ലെ അവിടെ വന്നിങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ ഇരിക്കുകയാണ്, ഇയാളുടെ കയ്യിൽ ഇങ്ങനെ വെള്ളം ഉണ്ടെന്ന് കരുതാ. ഞാൻ ചൂട് കൊടുത്താൽ എന്ത് പറ്റും? ഈ ഹൈഡ്രജൻ ബോണ്ട് എന്ത് ചെയ്യും? പൊട്ടിപ്പോവും. പൊട്ടിയാൽ എന്ത് പറ്റും? ഇപ്പൊ പറന്നു പോകും. ദാറ്റ്സ് ഓൾ. അപ്പോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇത് എന്ത് ചെയ്യും? വീക്ക് ഒക്കെ ആവും അല്ലെ. അങ്ങനെ ഓർത്ത് വെക്കണം. ഇനി നന്നായിട്ട് ടെമ്പറേച്ചർ കൊടുത്താൽ ഈ ഓക്സിജൻ വെച്ച് നമ്മൾ പൊട്ടുവോ? ഇല്ല, അതൊരിക്കലും പൊട്ടൂല. നിങ്ങൾ എന്താ വിചാരിച്ചാലും പൊട്ടൂല. അങ്ങനെ പിന്നെ എളുപ്പമായിരുന്നു അല്ലേ? ഓർത്ത് നോക്കുക, ഹൈഡ്രജൻ ഓക്സിജൻ മാറ്റിയിട്ട് ഹൈഡ്രജൻ ഫ്യൂലായിട്ട് നമുക്ക് വണ്ടിയിലേക്ക് എത്തിക്കാനും ഉപയോഗിക്കായിരുന്നു. മനസ്സിലായി? അതൊരിക്കലും പൊട്ടില്ല. അപ്പോ നോർമലി ഈ ബോണ്ടാണ് നമ്മുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ വാട്ടർ നിങ്ങൾക്ക് കാണാനായിട്ട് കാരണം എന്താണ്? ഹൈഡ്രജൻ ബോണ്ട് സ്ട്രോങ് ആയതുകൊണ്ടാണ്. മോളിക്യൂളുകൾ തമ്മിൽ അട്രാക്ഷൻസ് സ്ട്രോങ് ആവുന്നത് ഹൈഡ്രജൻ ബോണ്ടിലാണ്. അത് ഓർത്ത് നോക്കാം. ഇതാണ് എന്ത്? ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് കേട്ടോ. ഇതൊന്ന് വരക്കണം കേട്ടോ. ഇന്റർ മോളിക്കുലർ. ഹൈഡ്രജൻ ഓക്സിജൻ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് എന്താ? ഇലക്ട്രോളിസിസ്, ഇലക്ട്രിസിറ്റി കൊടുക്കും കേട്ടോ. ആനോട് കാഥോടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആക്കും കേട്ടോ. ഓർത്ത് നോക്കാം. ഇതെന്തായിരിക്കും? ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഇത് വരക്കണം കേട്ടോ. ഇന്റർ, INTER, ഇന്റർ. ഇത് വരച്ചു കഴിഞ്ഞാൽ ഇന്റർ ഫുള്ളായിട്ട് എഴുതണോട്ടെ. ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഫുള്ളായിട്ട് എഴുതണം. ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇവിടെ ശ്രദ്ധിക്കുക, അടുത്തൊരു കോമ്പൗണ്ട് നിങ്ങൾ എക്സാമ്പിൾ എഴുതിയേക്കുന്നത് എന്തായിരുന്നു? ഓർത്തോ നൈട്രോ ഫിനോൾ എഴുതിയിട്ടില്ലേ? ഏതിനാ എഴുതിയേക്കുന്നത്? ഇൻട്രാ മോളിക്കുലറിൽ എഴുതി ഓർത്തോ നൈട്രോ ഫിനോൾ. ഓർത്ത് നോക്കാം. എക്സാമ്പിൾ എഴുതുക കേട്ടോ. എഴുതിക്കോ എക്സാമ്പിൾ. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിന് അവിടെ എക്സാമ്പിൾ ഓർത്തോ നൈട്രോഫിനോൾ. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് കേട്ടോ. ഒറ്റ വേർഡ് INTRA ഇൻട്രാ ഓർത്തോ നൈട്രോഫിനോൾ. ഓർത്തോ ഞാൻ എഴുതാം ഇതിങ്ങനെ കേട്ടോ. ഓർത്തോ നൈട്രോഫിനോൾ. നൈട്രോഫിനോൾ കേട്ടോ. ഇനി ഇതിനെ ഷോർട്ട് ഫോമിൽ എഴുതുമ്പോ ഈ ഓർത്തോ എന്ന് ആരും എഴുതില്ല, എല്ലാവരും ഇത് ഇങ്ങനെ എഴുതുള്ളൂ. ഓ ഇങ്ങനെ തരുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. ഒറ്റ വേടാ കേട്ടോ. ഓ നൈട്രോഫിനോൾ ഇങ്ങനെ തന്ന ഇതാണ്. ഓർത്തോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ ആണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിപ്പിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. ഇത് ഫിനോൾ ആണ്. ഫിനോൾ ഇതിന്റെ ഫസ്റ്റ് പൊസിഷനിൽ NO2 വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഈ കോമ്പൗണ്ട് ശ്രദ്ധിക്കുക, ഇതൊരു മോളിക്യൂൾ ആണ്.
ഈ മോളിക്യൂളിന്റെ ഈ ഹൈഡ്രജന് ഈ ഓക്സിജൻ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഈ ഹൈഡ്രജന് ഈ ഓക്സിജൻ. അപ്പൊ ഈ റെഡ് കളർ ഈ ഡോട്ട് കൊടുക്കുന്നതാണ് എന്ത്? INTRA, ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഇതൊന്ന് വരക്കണം കേട്ടോ. INTRA, ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻട്രാ INTRA കേട്ടോ. INTRA, ഇൻട്രാ. ഇൻട്രാ എന്ന് പറഞ്ഞാൽ എന്താ? വിത്തിൻ ദ മോളിക്യൂൾ. ഇന്റർ എന്ന് പറഞ്ഞാൽ എന്താ? ബിറ്റ്വീൻ ദ മോളിക്യൂൾ. ഇനി ഇന്റർ ആണോ ഇൻട്രയാണോ സ്ട്രോങ്? ഏതായിരിക്കും? ഇൻട്രയാണോ ഇന്റർ ആണോ സ്ട്രോങ്? ആണോ? കേട്ടോ, ഓർത്ത് വെക്കാം. ഇത് ഓർത്തിരിക്കാൻ ഒരു വേർഡ് ഓർത്ത് വെച്ചാൽ മതി. ഇന്റർനാഷണൽ ക്രിക്കറ്റ് ആൻഡ് ഇൻട്രാനാഷണൽ ക്രിക്കറ്റ് ഏതായിരിക്കും സ്ട്രോങ്? ഇന്റർനാഷണൽ ക്രിക്കറ്റ് അല്ലെ, ഇന്റർനാഷണൽ ഫുട്ബോൾ കളിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇന്ത്യൻ ടീം അല്ലെ, ഞാനായിട്ട് അല്ലെ, ഓർത്തു വെക്കുക. ഇയാളുടെ ബ്രസീലിന്റെ ടീമിന് തോപ്പിച്ചു, ഓർത്തു വെക്കുക അല്ലെ. അപ്പൊ ഇന്ത്യൻ ടീം സക്സസ് ആയി. സിമ്പിൾ ആണ് അല്ലെ, ഓർത്തു വെക്കുക. അങ്ങനെ വന്നാൽ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് ആവും അല്ലെ, ഓർത്തു വെക്കുക. ഇൻട്രാനാഷണൽ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്ത്യയുടെ അകത്ത് അല്ലെ, നമ്മൾ രണ്ടുപേരും ഒരു ടീം ഉണ്ടാക്കി കളിച്ച അല്ലെ, നമുക്ക് വലിയ പേരൊക്കെ കൊടുക്കാം. എന്താണ്? ഇൻട്രാ. അപ്പൊ സ്ട്രോങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിറ്റ്വീൻ ദ മോളിക്യൂൾ കേട്ടോ. അല്ലെങ്കിൽ അല്ലെ ഇന്റർ എന്ന് പറയുന്നതാണ് സ്ട്രോങ് കേട്ടോ, ഓർത്തോ. അത് ചോദിക്കാറുണ്ട്. അടുത്ത വർഷത്തെ ഒരു ക്വസ്റ്റൻ ആണ്. ഓർത്തോ നൈട്രോഫിനോൾ ആൻഡ് പാരാ നൈട്രോഫിനോൾ സ്റ്റീം വോളറ്റൈൽ എക്സ്പ്ലെയിൻ. അങ്ങനെ പറഞ്ഞൊരു ക്വസ്റ്റൻ +2 ക്വസ്റ്റൻ ആണ്. അത് നിങ്ങൾക്ക് 11th സ്കൂളുകളിൽ എഴുതി കൊടുക്കാറുണ്ട്. കാരണം അടുത്ത വർഷം മുമ്പ് പഠിപ്പിക്കുമ്പോൾ എളുപ്പമല്ലേ കേട്ടോ, ഓർത്ത് വെക്കുക. എന്തായിരിക്കും എന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇൻട്രാമോളിക്കുലർ ഈസിലി വോളറ്റൈൽ. ഇൻട്രാമോളിക്കുലർ എന്തായിരിക്കും? ഈസിലി വോള. അപ്പൊ ഓർത്തോ നൈട്രോഫിനോൾ പെട്ടെന്ന് വോളറ്റൈൽ ആകും. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ അത് വീക്ക് ആണ് പെട്ടെന്ന് അല്ലെ. ഇൻട്രാ എന്ന് പറഞ്ഞാൽ വീക്ക് അല്ലേ. അപ്പൊ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താവും? വേപ്പറായി പോകും പെട്ടെന്ന്. ഓർത്ത് നോക്കുക. തുറന്നു വെച്ച് കഴിഞ്ഞാൽ വേപ്പറാവില്ലേ ചിലത്. ഓക്കെ, അപ്പൊ അത് പറയുന്നതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ടോപ്പിക്ക് തീരുകയാണ്, കംപ്ലീറ്റ് ആയി കേട്ടോ, ഓർത്ത് നോക്കാം. കണ്ടന്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം കേട്ടോ, ഓർത്ത് നോക്കാം. എന്തൊക്കെയായിരുന്നു ഇന്ന് എടുത്തത്? ഇന്ന് എവിടെന്നാ തുടങ്ങിയെന്നൊന്ന് പറഞ്ഞേ. C2 അല്ലെ, അതൊക്കെ വന്നു. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിൽ പോയിട്ട് അത് നോക്കിയിരിക്കാതെ നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയാണെന്നൊന്ന് ശ്രദ്ധിക്കാം. അത് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം പഠിക്കാൻ നോക്കുക. കണ്ടന്റ് നോക്കി ഇലക്ട്രോൺ അത് ഓക്കെ, ഇതിന് എനിക്ക് മനസ്സിലായി, സാറ്റിസ്ഫാക്ഷൻ അല്ല വേണ്ടത്. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റണം. σ1s2 ഒരുമിച്ച് പറഞ്ഞേ. σ1s2, σ*1s2, σ2s2, σ*2s2, π2px equal to π2py, then σ2pz, π*2px equal to π*2py, then σ*2pz. ഇത് കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ചോദ്യം വന്നാലും ആദ്യം ഇതെങ്ങനെ അങ്ങോട്ട് എടുത്തെഴുതി വെക്കണം. എന്നിട്ട് മാത്രം ചില ആൾക്കാർ σ1s2 σ*1s2 അങ്ങനെ മനസ്സിന് ഇങ്ങനെ ബ്രെയിൻ ഇങ്ങനെ പ്രാന്ത് പിടിപ്പിക്കും. അങ്ങനെ പിടിച്ച് എവിടെയെങ്കിലും തെറ്റി തോന്നും, പിന്നെ തെറ്റിപ്പോകും. അതുകൊണ്ട് ഈ ഫ്രെയിം മാത്രം തെറ്റാതെ വന്നിട്ട് അങ്ങനെ നേരത്തെ എഴുതാം. എന്നിട്ട് നമ്പർ വെച്ച് ഫില്ല് ചെയ്യാം. ഈ ഓർഡർ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ആദ്യം മുതൽ ഫില്ല് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കറക്റ്റ് ഓർഡറിൽ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നീറ്റായിട്ട് 3 ആൾക്കാർക്ക് എക്സെപ്ഷൻ. ആരൊക്കെയായിരുന്നു? ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. അത് എവിടെയാണ് എന്നുള്ളത് ഞാൻ പറയില്ല. എവിടെയാണ് ഓർമ്മയുണ്ടല്ലോ. ആ π2px equal to π2py ഫ്ലിപ്പ് ചെയ്യും. ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, ആ മുകളിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. അപ്പൊ വരുന്ന എക്സ്ചേഞ്ച് അത് മാത്രമേ ഉള്ളൂ, ഓർത്ത് വെക്കുക. ബാക്കിയുള്ള എല്ലാ ഓർഡറും കറക്റ്റ് ആണ് കേട്ടോ. നമ്മൾ എല്ലാ എക്സാമ്പിളും ചെയ്യുന്നതിന്റെ കാരണം അതാണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഹോംവർക്ക് ആണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഒക്കെ ഇപ്പൊ പറയാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ 4.40 ക്വസ്റ്റൻ ഒന്ന് എഴുതി വെച്ചേ. 4.40 നോട്ട് ചെയ്ത് വെച്ചേ. ഹോംവർക്ക് ആണ് കേട്ടോ, ഓർത്ത് വെക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, ആൻസർ ഒക്കെ പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ വന്ന് ചെയ്യണം കേട്ടോ. ഇങ്ങനെയാണ്. വാട്ട് ഈസ് മെന്റ് ബൈ ദ ടേം ബോണ്ട് ഓർഡർ? എന്തെഴുതും? നമ്പർ ഓഫ് ബോണ്ടിങ് മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഡിവൈഡഡ് ബൈ 2. അതാണ് ബോണ്ട് ഓർഡറിന്റെ ഇക്വേഷൻ. ബോണ്ട് ഓർഡറിന്റെ ഡെഫിനിഷൻ വേറൊരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ 2 ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. അതാണ് നമ്മൾ എഴുതി വെക്കുന്നത്. ഇത് രണ്ടും എഴുതി വെക്കണം, ഓർത്ത് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് ദ ബോണ്ട് ഓർഡർ ഓഫ് N2, O2, O2 പ്ലസ് ആൻഡ് O2, 2 മൈനസ്. ഇതാണ് ക്വസ്റ്റ്യൻ. എഴുതാൻ പറ്റുമല്ലോ, നമ്മളിപ്പോ ചെയ്തതല്ലേ കേട്ടോ, ഓർത്ത് നോക്കാം. അതാണ് അവിടെ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി
4.39 അത് നമ്മളിപ്പോ എഴുതിയാണ്. ഡിഫൈൻ ദ ഹൈഡ്രജൻ ബോണ്ട് നമ്മൾ എഴുതിയില്ലേ? ഡിഫൈൻ ദ ഹൈഡ്രജൻ ബോണ്ട് അവിടെ ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് വീക്കർ ഓർ സ്ട്രോങ്ങർ ദാൻ ദ വാണ്ടർവാൾ ഫോഴ്സ്. വാണ്ടർവാൾ ഫോഴ്സ് നിങ്ങൾക്ക് ഇല്ല, അതുകൊണ്ട് എന്ത് എഴുതിയാൽ മതി? ഇത് മാത്രം എഴുതിയാൽ മതി കേട്ടോ, ഓർത്ത് വെക്കാം. ദെൻ ഹൈഡ്രജൻ ബോണ്ടിന്റെ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി അവിടെ. പിന്നെ വരുന്ന ഹൈബ്രിഡൈസേഷന്റെ ക്വസ്റ്റൻ ഒക്കെയാണ്, അതൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ ഒരു ക്വസ്റ്റൻ ഹോംവർക്ക് ഏതായിരുന്നു? 4.40. അതങ്ങനെയാണ്. നിങ്ങൾ എവിടെയാ? 11th ആണ്. ഈ ചാപ്റ്റർ ഒരു ചാപ്റ്ററിന് വെച്ചിട്ടാണോ? അവിടെ ഓർത്ത് നോക്കാം. N2 ഒന്നുകൂടി ചെയ്യണം. അത് ഹോംവർക്ക് അല്ലേ, നോക്കാതെ ചെയ്യണം കേട്ടോ. റെഫർ ചെയ്ത് അതായത് കേട്ടോ, ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യണം കേട്ടോ, ഓർത്ത് നോക്കാം. കാരണം നമ്മളെല്ലാം ചെയ്താണ്. അയാളെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഹോംവർക്ക് തരാം, 2 തന്നേക്കാം കേട്ടോ, ഓർത്ത് നോക്കാം കേട്ടോ. അയാൾ കാരണം അത് ചെയ്ത് തന്നെ വീണ്ടും തരുമ്പോൾ ഒരു ത്രില്ലില്ല അല്ലെ, ഓർത്ത് നോക്കാം. 4.35 B2 ആണ് ചെയ്യേണ്ടത്. B2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? B2 ബെർലിയോ എത്രയാ വരാം? ആറ്റമിക് നമ്പർ ബെർലിയോ എത്രയാണ് പറയേ കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 4.36 35 ചെയ്തു കേട്ടോ. 35 3 ക്വസ്റ്റ്യൻ ഉള്ളൂ ആകെ ഹോംവർക്ക്. B2 മാത്രമേ ചെയ്യാത്തുള്ളൂ. B2 എങ്ങനെയായിരുന്നു? ആറ്റമിക് നമ്പർ ഒരു ബെർലിയത്തിന് 4, 2 ബെർലിയത്തിന് അപ്പോ 8 അല്ലെ. അപ്പൊ എങ്ങനെ ഫില്ല് ചെയ്യും നമ്മള്? സിഗ്മ 1s2 ഇപ്പൊ 2 ആയില്ലേ? സിഗ്മ സ്റ്റാർ 1s2 അപ്പൊ എത്രയായി? 4 ആയി. പിന്നെ സിഗ്മ 2s2 6 ആയില്ലേ? പിന്നെ എന്തോരം? സിഗ്മ സ്റ്റാർ 2s2 അപ്പൊ എത്രയായി? 8 ആയി. അവിടെ വരെ എഴുതിയാൽ മതി, മോളിലോട്ട് എഴുതണ്ട, അത്രയും എഴുതിയാൽ മതി. ബോണ്ട് ഓർഡർ എത്രയായിരിക്കും അതിന്റെ? 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് മോണോ ആറ്റമിക്, ബോണ്ട് ഇല്ല, അത്രേ ഉള്ളൂ കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കേട്ടോ, ഒരു 15 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. 3 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആണ്, മറക്കരുത്, ചെയ്തിട്ട് തന്നെ കേട്ടോ. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ക്ലിയർ ആണ്. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞു പോയിട്ടുണ്ട് സ്കൂളിൽ? ഈ ചാപ്റ്റർ കൂടുതൽ എടുത്തു? വേറെ ഏതൊക്കെ എടുത്തേക്കണം? ഇപ്പൊ ഇന്ന് കഴിഞ്ഞിട്ടുള്ളൂ, മുകളിലോട്ട് വന്നിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് സ്പേസ് ഉണ്ട് ആക്ച്വലി വരുന്നത്. എക്സാം എല്ലാവരും എഴുതണം കേട്ടോ, റിപ്പീറ്റേഷൻ ആണ്. എക്സാം എഴുതണം കേട്ടോ, അതനുസരിച്ചിട്ടാണ് നിങ്ങൾ വാല്യുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ.